ഇന്നത്തെ നമ്മളുടെ വിഷയം ആഘോഷവേളയിലെ പുനർപതന ഭീഷണി. വിനയൻ ചേട്ടൻ ബേപ്പൂര് നമ്മളോട് സംസാരിക്കുന്നു. വിനയൻ ചേട്ടനെ ജ്വാല ഓൺലൈൻ മീറ്റിംഗിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. വിനയൻ ചേട്ടാ, നമുക്ക് തുടങ്ങാം. തുടങ്ങാം. നമസ്കാരം രാജേഷേട്ടൻ. പ്രിയപ്പെട്ടവരെ, ഞാൻ അമിത മദ്യാസക്തനാണ്. ദൈവം അനുഗ്രഹിക്കുന്നത് കൊണ്ടും ആൽക്കഹോളിക്സ് അനോണിമസ് കൂട്ടായ്മയുടെ സഹായം കൊണ്ടും ഇന്ന് ഈ ദിവസം ഞാൻ മദ്യപിച്ചില്ല. എന്റെ പേര് വിനയൻ. എല്ലാവർക്കും നമസ്കാരം. യെസ്, ഏതായാലും ഒരു വർഷത്തിന്റെ അവസാനവും ഒരു പുതിയ വർഷത്തിന്റെ ആരംഭത്തിന്റെയും ഇടയിൽ നിൽക്കുന്ന ഒരു മദ്യാസക്തന്റെ മദ്യാസക്തന്റെ മനസ്സിന്റെ ആവലാതികളും ഭയവും അതുപോലെ തന്നെ ആകുലതകളും എല്ലാം ഈ രോഗം വഹിക്കുന്നുണ്ട്. ഇന്ന് രാവിലെ ജ്വാല മീറ്റിംഗിൽ ഞാൻ പങ്കെടുത്തിരുന്നു. രാമേട്ടൻ എന്നെ വിളിച്ചു, ഇങ്ങനെ പറഞ്ഞു, ഇന്ന് ഈ ആഘോഷങ്ങളൊക്കെ വരുന്ന സമയത്ത് പുനർപതനത്തെ കുറിച്ചൊന്ന് സംസാരിക്കാൻ. ഞാൻ ആദ്യം എൻ്റെ സാഹചര്യം അനുകൂലമല്ല എന്നൊരു ധാരണയില് എൻ്റെ മോള് ക്ലാസ്സുകൾ ലീവിന് വന്നിട്ടുണ്ട്. മോളെ കൂടെ ഒരു കൂട്ടുകാരി വന്നിട്ടുണ്ട്. അപ്പോൾ സംസാരിക്കാനുള്ളൊരു പ്രൈവസി കിട്ടുമോ ഇല്ലേ എന്നൊക്കെയുള്ളൊരു കാരണം ഞാൻ ആദ്യം ഒരു ഉറപ്പ് കൊടുത്തില്ല. പക്ഷെ എനിക്ക് തോന്നി, ഈ രാമേട്ടൻ എന്നെ എന്തുകൊണ്ട് വിളിച്ചു, അല്ലെങ്കിൽ വിളിക്കാൻ പ്രേരിപ്പിച്ചത് എന്താണ്? എനിക്കും ബാധകമല്ലേ ആഘോഷങ്ങളും പുനർപതനവും? തീർച്ചയായിട്ടും ഞാൻ ഏറെക്കുറെ ഈ ആഘോഷത്തിന്റെ അരികിൽ നിൽക്കുന്ന, പുനർപതനത്തിന്റെ വക്കിലേക്ക് എത്തി നിൽക്കുന്ന ഒരു അംഗം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തെക്കുറിച്ച് ഞാനൊരു ക്ലാസ് എടുക്കുകയോ അതുപോലെ ഇത് പഠിപ്പിക്കുകയോ ഒന്നും തന്നെയല്ല. ഈ ഒരു ഭീഷണി നേരിടുന്ന ഒരു വ്യക്തിയുടെ റിക്കവറിക്ക് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം എന്ന് മാത്രം കരുതിയാൽ മതി. അതിന് തക്കതായ ഒരു കാരണവും ഒരു അനുഭവവും ഇന്നലെ എൻ്റെ ജീവിതത്തിൽ വന്നു. മിനിയാന്ന് രാത്രി എൻ്റെ ഓഫീസിന്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ അവിടുത്തെ ഒരു സ്റ്റാഫിന്റെ വാട്സപ്പ് സന്ദേശം കിട്ടി. രാത്രിയാണ് കിട്ടിയത്, മിനിയാന്ന് രാത്രി. അതായത് ഇന്നലെ ഓഫീസിൽ ക്രിസ്മസ് സെലിബ്രേഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഈ ഫീൽഡ്, ഞങ്ങളെപ്പോലുള്ള ആളുകൾക്ക് ഫീൽഡ് വർക്കും പലപ്പോഴും പല സ്ഥലങ്ങളിലായിരിക്കും. അപ്പോൾ അതൊരു മുന്നറിയിപ്പായിട്ട് ഓഫീസിൽ പങ്കെടുക്കേണ്ടതിനെ കുറിച്ച് പറയാനാണ് അദ്ദേഹം മെസ്സേജ് എല്ലാവർക്കും ആ ഗ്രൂപ്പിൽ അയച്ചത്. നാളെ ഉച്ചയ്ക്ക് 2 മണി മുതൽ 3 മണി വരെ ഓഫീസിൽ ക്രിസ്മസ് സെലിബ്രേഷൻ നടക്കുന്നുണ്ട്. എല്ലാവരും അത് ഒരു അറിയിപ്പായി കണക്കിലെടുത്ത് പങ്കെടുക്കണം. നമ്മുടെ ഏരിയ മാനേജർക്ക് അത്യാവശ്യമായിട്ട് ഉച്ചയ്ക്ക് ശേഷം ലീവ് എടുത്ത് പോവേണ്ടി വന്നതിനാൽ മറ്റൊരു ദിവസത്തേക്ക് മാറ്റുന്നതല്ല. ഈ സെലിബ്രേഷനിൽ ഓഫീസിലെ സ്റ്റാഫ് ഉൾപ്പെടെ എല്ലാവരും പങ്കെടുക്കുന്നതാണ്. നമ്മൾ കേക്ക് മുറിക്കുന്നതാണ്, കൂടെ വൈനും ഉണ്ടായിരിക്കും. ഇതാണ് മിനിയാന്ന് രാത്രി വന്ന സന്ദേശം. അത് കേട്ടതിന് ശേഷം പിറ്റേ ദിവസം ഉച്ചയ്ക്ക്, അതായത് ഇന്നലെ ഉച്ചയ്ക്ക് 2 മണിക്ക് ആ ഫംഗ്ഷനിൽ പങ്കെടുക്കുന്നത് വരെ എൻ്റെ ചിന്തയിലൂടെ കടന്നുപോയത് ആ സന്ദേശത്തിന്റെ പൂർണ്ണരൂപമല്ല. പലപ്പോഴായി മനസ്സിലേക്ക് ഈ തിരമാല കരയെ തഴുകുന്നത് പോലെ വൈൻ 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 എന്നൊരു ചിന്ത പല ഇടവേളകളിലും എൻ്റെ മനസ്സിലൂടെ കടന്നുപോയി. ഈ വിഷയം രാമേട്ടൻ അറിയില്ല. അപ്പോ ഈ ഒരു അദൃശ്യമായ രോഗത്തിന്റെ അദൃശ്യമായ ശാന്തി നൽകുന്ന അദൃശ്യമായ ഒരു ഇടപെടലിന്റെ ആവശ്യമായിരുന്നു ഇന്ന് രാവിലത്തെ രാമേട്ടന്റെ വിളി എന്ന് എനിക്ക് ഒരു സംശയവുമില്ലാതെ ഉള്ളിൽ ബോധ്യമായി. വൻമരങ്ങളെ, ആൽക്കഹോളിക്സ് അനോണിമസിലെ വൻമരങ്ങളെ കടപുഴക്കി വീഴ്ത്തിയിട്ടുണ്ട് പുനർപതനങ്ങൾ, അല്ലെങ്കിൽ പിഴുത് എറിഞ്ഞിട്ടുണ്ട്. ചരിത്രം അവശേഷിക്കാത്ത രീതിയിൽ നാമാവശേഷം മരണം വരെ സംഭവിപ്പിച്ചിട്ടുണ്ട്.
നേരത്തെ ഷിഹാബ് സൂചിപ്പിച്ചതുപോലെ അതിതീവ്രമാണ് ഈ വിഷയം. ആൽക്കഹോളിക്സ് അനോണിമസിൽ പുനർപതനമാണ് വിഷയമെങ്കിലും അത് എത്തിച്ചേരുന്നത് സുബോധത്തിലേക്കാണ്. എയുടെ ഏതൊരു വിഷയം എടുത്തു കഴിഞ്ഞാലും, പടികളാവട്ടെ, പാരമ്പര്യങ്ങളാവട്ടെ, കൺസെപ്റ്റുകളാവട്ടെ, മറ്റ് അനുബന്ധ വിഷയങ്ങളാവട്ടെ, ബിഗ് ബുക്ക് ആവട്ടെ, കംസ് ഓഫ് ഏജ് ആവട്ടെ, പാസ് ഇറ്റ് ഓൺ, ഏതൊരു കാര്യങ്ങൾ എടുത്തു കഴിഞ്ഞാലും അവസാനം അത് എത്തിച്ചേരേണ്ടത് സുബോധത്തിലേക്കാണ്. പക്ഷെ സുബോധത്തിലേക്കുള്ള യാത്രയിൽ പലപ്പോഴും ഈ ഒരു വിഷയം കടന്നെത്തുന്നുണ്ട്. അത് തടസ്സങ്ങൾ സൃഷ്ടിക്കാം. അതിജീവനത്തിന്റെ പേരാണ് ഈ പറയുന്ന ജീവിത രീതി എന്ന് പറയാനുള്ള കാരണവും ഞാൻ മനസ്സിലാക്കുന്നത് ഇടയിൽ എപ്പോഴോ കടന്നു വരാൻ തയ്യാറായി നിൽക്കുന്ന പുനർപതനം എന്ന രോഗത്തിന്റെ അവസ്ഥ മാറ്റി നിർത്തിക്കൊണ്ട് ആൽക്കഹോളിക്സ് അനോണിമസ് ഇല്ല. നേരത്തെ ഒരു സുഹൃത്ത് ഷെയർ ചെയ്ത പോലെ ഒട്ടനവധി തവണ റിലാപ്സുകൾ സംഭവിച്ച് കഴിഞ്ഞൊരു വ്യക്തിയെ സംബന്ധിച്ച് മീറ്റിങ്ങിൽ വന്നു കഴിഞ്ഞിട്ട് ഇനി എന്തു പറയാനാണ്? കഴിഞ്ഞ തവണ കുടിച്ചതോ, കഴിഞ്ഞ തവണത്തെ അനുഭവങ്ങളോ? ശരിക്കും എ തന്നെ വേണ്ടത്ര രീതിയിൽ, ചികിത്സാലയങ്ങളും വേണ്ടത്ര രീതിയിൽ, മറ്റു മെഡിക്കൽ സംവിധാനങ്ങളും വേണ്ടത്ര രീതിയിൽ ഫോക്കസ് ചെയ്യപ്പെടാത്തൊരു മേഖലയാണ് ഈ റിലാപ്സ് എന്നത്. അതിനെക്കുറിച്ചൊരു വിഷയം അവതരിപ്പിച്ചുകൊണ്ട് റിലാപ്സ് തടയപ്പെടുന്നില്ല. സുബോധത്തിന് നമ്മൾക്ക് ഒരു വിഷയാവതരണമോ ഒരു സെമിനാറോ സംശയ നിവാരണമോ ഒരുപാട് അറിവുകളെ സംവദിക്കാൻ പറ്റും. അറിവുകൾക്കപ്പുറമാണ് പുനർപതനത്തിന്റെ കടന്നുവരവ്. ബിഗ് ബുക്കിൽ തന്നെ പലപ്പോഴും പറയുന്നുണ്ട്, ഒരു മദ്യാസക്തനെ സംബന്ധിച്ച് കുടിക്കാനുള്ള പ്രേരണ വന്നു കഴിഞ്ഞാൽ മറ്റൊന്നിനും അതിനെ തടുക്കാനാവില്ല. ബിഗ് ബുക്കിന് സഹായിക്കാനാവില്ല, സ്പോൺസർക്ക് അദ്ദേഹത്തെ സഹായിക്കാനാവില്ല, ഫെലോഷിപ്പിന് സഹായിക്കാനാവില്ല, ഭാര്യയ്ക്കോ മക്കൾക്കോ അദ്ദേഹത്തിന് സഹായിക്കാനാവില്ല. ഇതൊരു ഫാക്റ്റാണ്. അപ്പൊ സത്യത്തിന്റെ മുഖം അത്ര സുന്ദരമല്ല എന്നതുകൊണ്ട് പലപ്പോഴും ഇത് തുറന്നു പറയപ്പെടാറില്ല. കാരണം നവാഗതരുടെ വഴികളിൽ അത് തടസ്സമാവുമോ, അത് അവർക്ക് ഭീതി ജനിപ്പിക്കുമോ? പക്ഷേ ഒരു രോഗം എന്ന കൺസെപ്റ്റിൽ ഈ രണ്ട് വശങ്ങളും, അസുഖത്തിന്റെ രണ്ട് ഭാഗങ്ങളും നവാഗതർ ഉൾപ്പെടെ എല്ലാ അംഗങ്ങളും അറിഞ്ഞിരിക്കേണ്ടത് റിക്കവറിയുടെ പ്രധാന വശം തന്നെയാണെന്നാണ് എൻ്റെ അനുഭവത്തിലൂടെ ഞാൻ പിന്നീട് മനസ്സിലാക്കുന്നത്. സത്യം, ബൈബിളിൽ പറയുന്ന ഒരു വാക്യം, സത്യം നിങ്ങൾ അറിയുകയും അത് നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യുന്നു. എല്ലാം ശരിയാകും മീറ്റിങ്ങിൽ വന്നാൽ എന്നത് ഇനി മാറ്റി പറയേണ്ടി വരുന്നു. ശരിയാവാത്ത ചില കാര്യങ്ങളും ഉണ്ട്. പക്ഷെ ശരിയാവാത്ത കാര്യങ്ങൾക്കിടയിലും ഫെലോഷിപ്പും പ്രോഗ്രാമും നമ്മളെ ജീവിക്കാൻ പ്രേരിപ്പിക്കും. അപ്പൊ ഞാനത് എൻ്റെ ഒരു ആശ്വാസത്തിന് വേണ്ടി എന്നോട് തന്നെ പലപ്പോഴും മാറ്റി പറയുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഇന്നലത്തെ ഈ എക്സ്പീരിയൻസിൽ ഒരുപാട് തവണ പുനർപതനം സംഭവിച്ച ഒരാളാണ് ഞാൻ. അതോടൊപ്പം തന്നെ ഒരുപാട് തവണ തുടർച്ചയായിട്ടും അല്ലാതെയും സുബോധാവസ്ഥയും കൈവരിച്ച ഒരാളാണ് ഞാൻ ആൽക്കഹോളിക്സ് അനോണിമസിൽ ഒരു പഴമക്കാരനല്ല, എന്നാൽ ഒരു പുതുമക്കാരനുമല്ല. ഈ രണ്ടും അല്ലാത്ത ഒരു പ്രത്യേക അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഒരു അംഗം മാത്രമാണ്. ഈ മനുഷ്യന്റെ മെസ്സേജ്, എൻ്റെ ഓഫീസിലെ ആ മെസ്സേജ് കേട്ടതിന് ശേഷം പല നേരങ്ങളിലായിട്ടും വൈൻ ഏതായിരിക്കും, ആ വൈൻ, ആ ചിന്ത മാത്രം എൻ്റെ മനസ്സിലൂടെ കടന്നു പോയിക്കൊണ്ടിരുന്നു. ക്രിസ്മസ് സെലിബ്രേഷനോടനുബന്ധിച്ചാണ് ഇത് ഫംഗ്ഷൻ നടക്കുന്നത്. ആഘോഷങ്ങളിൽ വളരെ ഓപ്പണായിട്ട് ഒരു വൈൻ വിതരണം നടക്കുന്നതിൽ ഞാൻ പങ്കെടുക്കുമ്പോൾ ആ ഓഫീസിൽ എന്നെപ്പോലെ ഒരു മദ്യാസക്തരെ ഞാൻ കണ്ടിട്ടില്ല, എൻ്റെ അനുഭവത്തിലുമില്ല. കുടിക്കുന്നവർ ഒരുപാട് പേരുണ്ട്, കുടിച്ചത് കൊണ്ട് ബിസിനസ് ചെയ്യുന്നവരുണ്ട്, ബിസിനസ് വളർത്തിയവരുണ്ട്. ഈ ഒരു കുടം കള്ള് കൊണ്ട്, മദ്യം കൊണ്ട് രാജാക്കന്മാരായവരും ഒരു തുടം മദ്യം കൊണ്ട് യാചകരായവരും ഉണ്ട് എന്നത് ചരിത്രത്തിൽ പല സ്ഥലങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ പെട്ടുപോയത് ഈ യാചകന്റെ അവസ്ഥയിലേക്കാണ്. അവരെ സംബന്ധിച്ച് റിസോർട്ട് വാങ്ങിയവരുണ്ട്, എന്നെ പോലെ ജോലി ചെയ്ത് പണം സമ്പാദിച്ച് സ്ഥലങ്ങൾ വാങ്ങി കൂട്ടിയവരുണ്ട്, 2-3 ഓഫീസുകൾ സ്വന്തമായിട്ട് നടത്തുന്നവരുണ്ട്. അപ്പൊ ഇതിന്റെ ഇടയിലേക്കാണ് ഞാൻ ചെല്ലുന്നത് സെലിബ്രേഷന് വേണ്ടിയിട്ട്.
അങ്ങനെ അവിടെ ഗ്ലാസ് എല്ലാം പാകത്തിൽ വെക്കുന്നു, കേക്ക് കട്ട് ചെയ്യാൻ പാകത്തിൽ വെക്കുന്നു, ലേഡി സ്റ്റാഫ് ഉൾപ്പെടെ കൂട്ടം കൂടി നിൽക്കുന്നു. പിയൂൺ ഇതുപോലെ മദ്യം, വൈൻ അതിലേക്ക് ഒഴിക്കുന്നു. അവര് ആ സമയത്തൊക്കെ തന്നെ സെലിബ്രേഷന്റെ ഭാഗമായിട്ടും അല്ലാതെയും ചിരിക്കുന്നുണ്ട്. കഴിക്കുന്നതിന്റെ മുന്നേ തന്നെ അവർക്ക് ചിരികളും സംഭാഷണങ്ങളൊക്കെ നടക്കുന്നുണ്ട്. എന്റെ ശ്രദ്ധ, ഞാൻ എന്നെ തന്നെ നിരീക്ഷിക്കുന്നത് അപ്പോഴാണ്. ഞാൻ ആ സ്ത്രീ ഉടൽ പോലെയുള്ള ആ പച്ച നിറത്തിലെ ആ കുപ്പിയുടെ താളം ഒഴിക്കുന്നതും അത് നുകരുന്നതും മാത്രം എന്റെ ശ്രദ്ധയിൽ വന്നിട്ടുള്ളൂ. അങ്ങനെ എല്ലാവർക്കും ആ ഗ്ലാസ് കൈനീട്ടി കൊടുക്കുമ്പോൾ ഞങ്ങളെ സ്ഥാപനത്തിന്റെ അധികാരി എന്റെ നേരെയും ഒരു ഗ്ലാസ് കൈനീട്ടിയപ്പോൾ, സാർ ഞാൻ വിത്തൗട്ട് ആണ് എന്ന് പറഞ്ഞു. ആ ഓക്കെ, എന്നാ വേണ്ട. അദ്ദേഹത്തിന് അറിയില്ല ഞാൻ വിത്തൗട്ട്. ഈ ഹോട്ടലിൽ കയറി രാവിലത്തെ നടത്തത്തിന്റെ ഇടയിൽ പലപ്പോഴും എപ്പോഴും ചെയ്യുന്നതാണ് രാവിലത്തെ ഒരു ചായക്കടയിലുള്ള സന്ദർശനം. എത്രയോ ഞാൻ കേൾക്കുന്നതാണ് ആ കുറഞ്ഞ സമയത്തിനുള്ളിൽ വിത്തൗട്ട് ചായ എന്ന് വന്ന മനുഷ്യർ ഉറക്കെ വിളിച്ചു പറയുന്നത്. മറ്റുള്ളവർ എന്ത് വിചാരിക്കുമെന്നോ, പഞ്ചസാര ഇട്ടത് കഴിച്ചില്ലെങ്കിൽ മറ്റുള്ളവരുടെ ഇടയിൽ ആളായി പോവില്ല, അല്ല ആളാവില്ല എന്ന തോന്നലോ, അല്ലെങ്കിൽ ഇനി എത്ര കാലം മധുരമില്ലാതെ കുടിക്കണമെന്ന ആശങ്കയോ ഒന്നും തന്നെ ആ മനുഷ്യനെ തടസ്സപ്പെടുത്തുന്നില്ല. അദ്ദേഹം ആര് കേട്ടാലും ഉറക്കെ വിളിച്ചു പറയും, ചായ പാരുന്നവന്റെ അടുത്തേക്ക് വിത്തൗട്ട് ചായ. സത്യത്തിൽ ആ ഭാഷ എനിക്ക് എന്റെ കൈ പൊന്തിയിട്ട് പറഞ്ഞു, സാർ ഞാൻ വിത്തൗട്ട് ആണ്. മറ്റുള്ളവർ അതൊക്കെ കഴിക്കുന്നു, ലേഡി സ്റ്റാഫ് ഉൾപ്പെടെ അത് കഴിക്കുന്നു. ഞാനൊരു കേക്ക് എടുത്ത് മാറി നിന്നു. പക്ഷേ ആൾക്കൂട്ടത്തിൽ തനിയെ എന്നൊരു അനുഭവമാണ് എനിക്കുണ്ടായത്. ആൾക്കൂട്ടത്തിൽ തനിയെ എനിക്ക് ആശയ ദാരിദ്ര്യം ഞാൻ വല്ലാതെ അനുഭവിച്ചു. അവരുടെ പൊട്ടിച്ചിരികളിൽ എനിക്ക് ചിരിക്കാൻ പറ്റുന്നില്ല. എനിക്ക് സംസാരിക്കാൻ ഒരു വിഷയം കിട്ടുന്നില്ല. അവര് വ്യക്തിപരമായും ഒഫീഷ്യലായും കാര്യങ്ങളൊക്കെ കേക്ക് തിന്നുമ്പോഴും വൈൻ കുടിക്കുമ്പോഴും പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഞാൻ എൻ്റെ കേക്കും കഷ്ണവുമായിട്ട് ഒരു അറ്റത്തേക്ക് പോയി എൻ്റെ ചെയറിലിരുന്ന് ഞാനത് കഴിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ഇന്നത്തെ വിഷയം പറയുന്നത് പോലെ ആഘോഷ വേളകളിലെ ഈ ഒരു ഭീഷണി, സത്യത്തിൽ എനിക്ക് കുടിക്കാനുള്ള ആഗ്രഹമില്ല, എനിക്ക് പറ്റില്ല എന്ന് വ്യക്തമായി അറിയുന്നതുകൊണ്ട് ഞാൻ കൈ ഉയർത്തി പറഞ്ഞതാണ്. എനിക്ക് വേണ്ട, ഞാൻ അതിന്ന് വിത്തൗട്ട് ആൽക്കഹോളാണ് ഞാൻ എന്ന് ഞാൻ പറഞ്ഞതാണ്. എന്നിട്ടും ഞാൻ ആഘോഷവേളയിൽ സന്തോഷം അനുഭവിക്കുന്നതിന് പകരം ഒരു വെല്ലുവിളി പോലെ ഒരു ഭീഷണി സ്വയം അനുഭവിച്ചത് എന്തുകൊണ്ട്? എന്തോ ഇന്നലത്തെ അനുഭവവും ഇന്ന് രാവിലെ പ്രിയപ്പെട്ട രാമേട്ടൻ വിളിച്ചു പറഞ്ഞു തന്ന വിഷയവും സമാന്തരമായത് എന്തുകൊണ്ട് എന്ന് ഇന്ന് വീണ്ടും വീണ്ടും ഞാൻ ചിന്തിച്ചു. തീർച്ചയായും എൻ്റെ അടുത്ത ഒരു പുനർപതന ഘട്ടത്തിന്റെ തൊട്ടു മുന്നേ എനിക്ക് കിട്ടിയ രക്ഷയായിട്ട് ഇന്നത്തെ ഈ ജ്വാല മീറ്റിങ്ങിനെ ഞാൻ കാണുന്നു. എനിക്ക് അവസരം തന്ന ഈ വിഷയം എൻ്റെതായ ശൈലിയിലും ഭാഷയിലും എൻ്റെ അനുഭവത്തിലും ചെറിയ അറിവുകളും എല്ലാം കൂട്ടി നിങ്ങളോടൊപ്പം പങ്കുവയ്ക്കാൻ അവസരം തന്ന ജ്വാല സ്റ്റിയറിംഗ് കമ്മിറ്റിക്ക് ആദ്യമേ എൻ്റെ നന്ദി അറിയിക്കട്ടെ. ഈ ആഘോഷം എന്ന് പറയുമ്പോൾ മദ്യാസക്തനെ സംബന്ധിച്ചും എല്ലാത്തവനെ സംബന്ധിച്ചും കാലങ്ങളായി, ചരിത്രാതീത കാലങ്ങളായി, അല്ലെങ്കിൽ മനുഷ്യന്റെ ഈ പറയുന്ന ഭൂമിയിലെ പിറവി മുതൽ ഈ യേശു ക്രിസ്തുവിന്റെ ജനനം നക്ഷത്രങ്ങൾ വിളിച്ചറിയിച്ചതും ഒരു ആഘോഷത്തിന്റെ ഒരു മാനസിക ഉല്ലാസം ആ ദിവസത്തിൽ അത് വായിക്കുമ്പോഴോ അത് കേൾക്കുമ്പോഴോ ഏതൊരു മനുഷ്യനും, നേരത്തെ സെബാസ്റ്റ്യൻ പറഞ്ഞ പോലെ മതത്തിന്റെ ദൈവമല്ല ജീസസ്, മനുഷ്യന്റെ ഇടയിൽ ജീവിച്ച ദൈവത്തിന്റെ പുത്രനായിട്ടാണ് ജീസസിനെ കാണുന്നത്. അപ്പോ ഈ കാര്യത്തില് എന്തായാലും ഒരു ആഘോഷം നടക്കുന്നതായിട്ട് അറിയുകയും അത് തേടി അവിടെ പുരോഹിതരെത്തുകയും ഒക്കെ എൻ്റെ ഈ ചെറിയ വായനയിൽ ഞാൻ ഓർത്തെടുക്കുന്നു. അപ്പോൾ ഇതിഹാസങ്ങളിലും അല്ലെങ്കിൽ ഐതിഹ്യങ്ങളിലും ചരിത്ര രേഖകളിലും മനുഷ്യന്റെ ഉൽപ്പത്തി മുതലും ഈ ഒരു ആഘോഷം
എന്നത്. അപ്പൊ ഇത് മദ്യാസക്തി, ഞാൻ പറഞ്ഞു വരുന്നത് ഒരു റിലാപ്സിന്റെ മാത്രം വിഷയമല്ല ആഘോഷം. ക്രിസ്മസ് ആവട്ടെ, ന്യൂ ഇയർ ആവട്ടെ, ഏത് തരം ആഘോഷമാണെങ്കിലും അതിവിടെ കാലങ്ങളായിട്ട് നടക്കുന്നതാണ്, ഇനിയും അത് നടന്നുകൊണ്ടിരിക്കും. എൻ്റെ അറിവില് ഈ ആദിമ സമൂഹങ്ങൾ ഭക്ഷണം പാകം ചെയ്യാനും കണ്ടെത്തി പാകം ചെയ്യാനും തുടങ്ങിയ കാലം മുതലാണ് മദ്യത്തിന്റെ വരവ് ഈ ലോകത്തിലേക്ക് എന്നാണ് എൻ്റെ ഒരു ഓർമ്മയിലുള്ള ഏതോ ഒരു ചരിത്ര രേഖയിലോ മറ്റോ ഞാൻ വായിച്ചത് പങ്കുവയ്ക്കുന്നത്. ഈ പുളിപ്പിച്ച പാനീയങ്ങൾ പാചകം ചെയ്ത്, ധാന്യങ്ങളിൽ നിന്നെല്ലാം പാചകം ചെയ്ത്, കൃഷി ചെയ്ത്, അത് അത് ചെയ്യാനൊരു കാരണമുണ്ട്. ചില വിളവെടുപ്പ്, ഇവർ കൃഷി ചെയ്ത് എടുക്കുന്ന വിളവെടുപ്പിന്റെ സമയങ്ങളിൽ കിട്ടാത്ത മഴ കിട്ടുമ്പോൾ, നായാട്ടില് വേട്ടയാടാൻ പോയി വിജയം വരിക്കുമ്പോൾ അതിന്റെ പിന്നിൽ ഒരു പ്രപഞ്ചശക്തി പ്രവർത്തിക്കുന്നുണ്ടെന്നും അത് മരമായിട്ടും തീയായിട്ടും പാമ്പായിട്ടും മൃഗങ്ങളായിട്ടും ഒക്കെ അന്നത്തെ കാലഘട്ടത്തിൽ ആളുകൾ വിശ്വസിക്കുകയും ആ ദൈവത്തിന്റെ പ്രീതിക്ക് വേണ്ടി, ദൈവത്തിന് സമർപ്പിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഈ ധാന്യങ്ങളിൽ നിന്നൊക്കെ ഈ ലഹരി, മദ്യമെന്ന് പറഞ്ഞുകൂടാ, ലഹരി പാനീയങ്ങൾ ഉൽപ്പാദിപ്പിച്ചിരുന്നതായിട്ട് പറയുന്നുണ്ട്. അത് ദൈവത്തിന് സമർപ്പിക്കുന്നതോടൊപ്പം ദൈവത്തിന് സമർപ്പിച്ചത് മനുഷ്യനിലേക്ക് അല്ലെങ്കിൽ അവരിലേക്ക് തിരിച്ചെടുക്കുന്നതും അതേ പാനീയം തന്നെ ഈ ലഹരി പിടിപ്പിക്കുന്ന. അപ്പൊ അന്ന് മുതലേ ഇത്തരം ഈ വിളവെടുപ്പ്, അതുപോലെ മഴ പെയ്യുന്ന ദിവസങ്ങൾ, വേട്ടയാടാൻ പോയിട്ട് മൃഗങ്ങളെ കിട്ടിയ ദിവസങ്ങൾ, കാട്ടിലെ പോയി നിധി കിട്ടിയ ദിവസങ്ങൾ, ഇതൊക്കെ ഒരു ആഘോഷത്തിന്റെ മനഃശാസ്ത്രവുമായിട്ട് ബന്ധപ്പെട്ടതാണ് തുടക്കം മുതലേ. അപ്പൊ അതിന് ആ മാനസിക ആഘോഷത്തിന്റെ സന്തോഷം പങ്കുവെക്കപ്പെടാൻ ഈ പറയുന്ന വേട്ടയാടി കൊണ്ടുവന്ന മൃഗത്തിന്റെ ഇറച്ചിയല്ല കൈമാറിയത്, ധാന്യങ്ങളല്ല കൈമാറിയത്, ശരീരശാസ്ത്രപരമായിട്ടും മനഃശാസ്ത്രപരമായിട്ടും ആളുകളിലെ ഒരു ഐക്യപ്പെടലിന് വേണ്ടിയിട്ട് ഉപയോഗിച്ച ആദിമകാല ലഹരി പാനീയങ്ങൾ അങ്ങനെയാണ് ഈ ലോകത്തിലേക്ക് ഒരു ഉത്ഭവം എന്നാണ് എൻ്റെ അറിവ്. കാലങ്ങൾക്ക് ശേഷം മുത്തപ്പന്റെ കള്ളും, ഷാപ്പിലെ മുത്തപ്പന്റെ കള്ളും, കൊടുങ്ങല്ലൂരിലെ ഭരണിയിലെ കള്ളുകുടിയും, ഇതൊന്നും ഒരു വിനോദ പരിപാടിയല്ല. അത് വെറുതെ ഒരു ഹരം പിടിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല അതൊന്നും ചെയ്തത്. അതൊക്കെ ഏതോ കാലം മുതലേ കൈമാറി വന്ന ആചാരങ്ങളുടെ ഭാഗമായതാണ്. ഒരു ആചാര പരിപാടിയായിട്ട് അതെല്ലാം മാറി. അതിനുശേഷം ഈ പുരാതന സംസ്കാരങ്ങളിലേക്കൊക്കെ കടന്നു വരുമ്പോഴും ഈ പാനീയം മറ്റ് പലതരത്തിലും ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങിയതായിട്ട് പറയുന്നുണ്ട്. അത് പറയുന്നത് കടുത്ത വാറ്റോ ബ്രാൻഡിയോ വിസ്കിയോ പോലെയല്ല. ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന ബിയറിനോട് സമാനമായ ആൽക്കഹോളിന്റെ കണ്ടന്റ് കുറഞ്ഞ എങ്കിലും ചെറിയ മത്ത് പിടിപ്പിക്കുന്ന, ശരീരത്തിന് അത്ര തന്നെ ഉപദ്രവം ചെയ്യാത്ത ഒരു തരം പാനീയം ഈ ഗ്രീക്ക് റോമൻ സംസ്കാരത്തിലൊക്കെ ചെയ്തതായിട്ട് എഴുതപ്പെട്ടിട്ടുണ്ട്. ശവസംസ്കാര ചടങ്ങുകളിലൊക്കെ നിർബന്ധമാണ്, ഉത്സവങ്ങളിൽ നിർബന്ധമാണ്. ആളുകൾ ഇന്നും ഇപ്പൊ മരിച്ച വീട്ടിൽ, ഇപ്പൊ ആൽക്കഹോളിക് എന്ന രീതിയിൽ എന്റെയും മറ്റംഗങ്ങളുടെയും അനുഭവം കേട്ട അടിസ്ഥാനത്തിൽ ഈ കുടിച്ച വീടിനെ കല്യാണ വീടാക്കുന്ന ഷെയറിങ്ങുകൾ അല്ലെങ്കിൽ അനുഭവങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. എന്താണ് അവിടെ സംഭവിക്കുന്നത്? ആ വ്യക്തി അവിടെ ഒന്ന് ഐക്യപ്പെടാൻ വേണ്ടി മരിച്ച വീട്ടിൽ കുടിച്ചാൽ അത് കല്യാണ വീട് പോലെ ആക്കി ഒന്ന് ഐക്യപ്പെടണം ആ സമൂഹവുമായിട്ട്. അത് രഹസ്യമായി കൈകാര്യം ചെയ്യുന്നവരും ഐക്യപ്പെടാൻ തന്നെയാണ് ചെയ്യുന്നത്. മദ്യാസക്തനെ സംബന്ധിച്ചിട്ട് പരസ്യമായ ഒരു ഐക്യപ്പെടലിന്റെ രോഗം കാരണമുള്ള തീവ്രമായ കൂടി അദ്ദേഹത്തിന് ഒരു ആനന്ദം കൊടുക്കുന്നത് കൊണ്ട് അത്തരം വേളകളിൽ അതും ഒരു ആഘോഷം തന്നെയാണ്. ക്രിസ്മസും ന്യൂ ഇയറും ഓണവും വിഷുവും മാത്രമല്ല മദ്യാസക്തിന്റെ ആഘോഷങ്ങൾ, മരണവീടും ആഘോഷങ്ങളുടെ പട്ടികയിൽ തന്നെയാണ് കാണുന്നത്. അപ്പൊ ഈ പുരാതന സംസ്കാരം മുതലേ ഈ ഒരു പ്രവർത്തനം നടക്കുന്നുണ്ട്. ഈ മെസോപ്പൊട്ടോമിയയിലും ഈജിപ്തിലും ഒക്കെ തന്നെ ഇത് സുലഭമായിട്ട് ഉപയോഗിച്ചിരുന്നു.
ഗ്രീക്ക് റോമൻ സംസ്കാരത്തിൽ മദ്യത്തിന് വേണ്ടി, ഉന്മാദത്തിന് വേണ്ടി മാത്രം ദൈവങ്ങൾ ഉണ്ടായിരുന്നു പറഞ്ഞിട്ടുണ്ട്. എന്താ, ഡയോണിസസ് എന്നൊരു ദൈവം, മദ്യത്തിന്റെ ദൈവം. ബാക്കസ് എന്നൊരു ദൈവമുണ്ട്, ഉന്മാദ ലഹരിയുടെ ദൈവം. അപ്പൊ ഈ ദൈവത്തിനെ പ്രീതിപ്പെടുത്തണമെങ്കിൽ ഈ മനുഷ്യന് അതും തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളൊരു ആത്മീയ പ്രോഗ്രാമിലാണ്. ഇതും ഒരു ആത്മീയതയുടെ വശം തന്നെയാണ് പറയുന്നത്. ദൈവത്തിനെ പ്രീതിപ്പെടുത്തുന്ന ആത്മീയ ഉണർവിന്റെയോ അല്ലെങ്കിൽ ആത്മീയ വളർച്ചയുടെയോ ആത്മീയ അടുപ്പത്തിന്റെയോ ഒക്കെ മധ്യസ്ഥനായിരുന്നു ഈ ലഹരി പാനീയങ്ങളൊക്കെ തന്നെ കാലങ്ങൾക്ക് മുന്നേ. സാമൂഹ്യ സംഗമങ്ങളിൽ, ഒത്തുചേരലുകളിൽ, പിന്നീട് വന്ന ഗ്രാമസഭകളിൽ മദ്യം, സംഗീതം, നൃത്തം, തത്വചിന്ത, ഇവിടെയൊക്കെ തന്നെ ഹരം പിടിപ്പിക്കുന്ന ഐക്യപ്പെടലിലേക്കും സൗഹൃദം പങ്കുവെക്കുന്നതിലേക്കും ആഘോഷവേളകളെ ഉന്മാദമാക്കാനും ഇത് കാലങ്ങളായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ് അന്നത്തെ മദ്യാസക്തരും അന്നത്തെ സാധാ കുടിയന്മാരും. അപ്പൊ ഇതൊരു പുതുമയുള്ള ഒരു വിഷയമല്ല എന്നതാണ് ഞാൻ ഉൾപ്പെടെയുള്ള പുനർപതനത്തിന്റെ വക്കിലെത്തി നിൽക്കുന്നവരോ ആഘോഷങ്ങൾ ഭീഷണിയാവുന്നവരോ ആദ്യം മനസ്സിലാക്കേണ്ടത് എന്നാണ് എൻ്റെ ഒരു നിർദ്ദേശം. കാരണം എന്നെ സംബന്ധിച്ച് പലപ്പോഴും നേരത്തെ ഷിഹാബൊക്കെ സൂചിപ്പിച്ച പോലെ വീർക്കുന്ന ബലൂണായിട്ടും വലിച്ചാൽ നീളുന്ന ഇലാസ്റ്റിക് പോലെയും ഇങ്ങനെയുള്ള കലണ്ടറിലെ ചോപ്പക്ഷരങ്ങൾ എന്നെ ബാറിലേക്ക് എത്തിച്ചതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് ആർത്തി മാത്രം ആയിരുന്നു. പക്ഷേ അറിവിനെ കുറിച്ച് ഈ പറയുന്ന കാലങ്ങൾക്ക് മുന്നേയുള്ള സംസ്കാരങ്ങളെ കുറിച്ചും ഗ്രീക്ക്, മെസോപ്പൊട്ടോമിയ അല്ലെങ്കിൽ റോമൻ സംസ്കാരങ്ങളെ കുറിച്ചോ ഈജിപ്ത് സംസ്കാരത്തെ കുറിച്ചോ ഒക്കെ തന്നെ ചിന്തിക്കുമ്പോൾ വിനയന്റെ റിലാപ്സ് ചുവപ്പക്കങ്ങളെ ആകർഷിച്ചിട്ടല്ല. കാലങ്ങൾക്ക് മുന്നേ ഈ ലോകത്തിൽ നടക്കുന്ന ഒരു പ്രക്രിയയുടെ ഭാഗമായിട്ട് എനിക്കും ഇത്തരം ആഘോഷങ്ങളിൽ മാനസിക ഉല്ലാസത്തിന് വേണ്ടി നിലവിലുള്ള സാഹചര്യങ്ങളൊക്കെ തന്നെ എന്നെ നിരാശപ്പെടുത്തുമ്പോൾ മനസ്സിന്റെ മറ്റൊരു തരം തേടിയുള്ള യാത്രകളായിരുന്നു വീണ്ടുമുള്ള ഇത്തരം നിർത്തിയതിനു ശേഷമുള്ള ചുവപ്പക്ഷരങ്ങളിലെ കുടികളെല്ലാം. അതിനെ റിലാപ്സ് എന്നും പുനർപതനമെന്നും ഒരു ഭാഷയും ശൈലിയും അതിൻ്റെ രോഗത്തിന്റെ തീവ്രതയും നാണയത്തിന്റെ മറുവശമായിട്ടും അതിന് വിവിധ ഘട്ടങ്ങൾ ഉണ്ടെന്നും അത് ആദ്യം സംഭവിക്കുന്നതാണെന്നും മാനസിക, വൈകാരിക, ആത്മീയ തലങ്ങളായിട്ട് ബന്ധമുണ്ടെന്നുള്ള ബൃഹത്തായൊരു അറിവ് ആൽക്കഹോളിക്സ് അനോണിമസിൽ വന്നപ്പോൾ കിട്ടി. ആ അറിവ് വന്നതിന് ശേഷം ഇത്തരം ചുവപ്പക്കങ്ങളുടെ കലണ്ടറുകൾ മറിച്ചു പോയവരാണ് ഈ കൂട്ടായ്മയിലെ പഴമക്കാർ. അവരുടെ മുന്നിലും വീട്ടിലും കലണ്ടറും ഉണ്ട്, ചുവപ്പക്ഷരങ്ങളുണ്ട്, അവധി ദിവസങ്ങളുണ്ട്, ആഘോഷങ്ങളുണ്ട്. എന്തുകൊണ്ട് അവര് ഈ ആഘോഷവേളകളിൽ എന്നെ പോലെ ഭീഷണിക്കിടെ അല്ലെങ്കിൽ മുൾമുനയിൽ നിൽക്കുന്നത് പോലെ നിന്നുകൊണ്ട് വിറയ്ക്കുന്നില്ല? അവര് ഒരു കാര്യം മനസ്സിലാക്കി, ആൽക്കഹോളിസം എന്നൊരു രോഗത്തെ മനസ്സിലാക്കി. ഞാൻ കുടിക്കാനുള്ള തീവ്രതയെ മാത്രം മനസ്സിലാക്കി. അതുകൊണ്ട് ഇവിടെ ലഹരിയുടെ പങ്കുവെക്കൽ നടക്കുന്നുണ്ട്. അനുഭവവും ശക്തിയും പ്രതീക്ഷയും പരസ്പരം കൈമാറുന്നതിലൂടെ പഴമക്കാരന്റെയും നവാഗതന്റെയും രണ്ടുമല്ലാത്ത എന്നെ പോലുള്ളവരുടെയും ഒക്കെ പൊതുപ്രശ്നമായ അമിത മദ്യപാന രോഗത്തിന്റെ പരിഹാരം കാണാൻ കഴിയുമ്പോൾ ഞാൻ ആ തലത്തിൽ നിന്ന്, കുടിക്കാനുള്ള തീവ്രമായ ഭീഷണിയുടെ മുൾമുനയിൽ നിന്ന് സുരക്ഷിതമായൊരു ഇടത്തേക്കുള്ള എൻ്റെ മാറ്റം, മാനസികവും വൈകാരികവും ശാരീരികവും ആത്മീയവുമായ മാറ്റം, വീട്ടിൽ നിന്നോ ബാറിലേക്ക് പോകുന്ന വഴിയിൽ നിന്നോ ഒരു മീറ്റിംഗ് നടക്കുന്ന സ്കൂളിന്റെ ഒരു ബെഞ്ചിന്റെ സൈഡിൽ ഇരിക്കുന്ന എൻ്റെ ശരീരത്തിന്റെ മാറ്റം വരെ എന്നെ രക്ഷിക്കുന്നത് ഈ പുനർപതനത്തിൽ നിന്നാണ്. അപ്പോ അങ്ങനെ മുന്നേ പോയ ആളുകളുടെ ചുവപ്പക്ഷരങ്ങളെ പേടിപ്പിക്കുന്ന കലണ്ടറുകൾ അവര് സാധാരണ പോലെ മറിച്ചിടുന്നത് പോലെ എനിക്കും ഈ ദിവസവും കഴിഞ്ഞു പോകും, ഇതും കടന്നു പോകും, ഇതിനപ്പുറവും മറ്റൊരു ദിവസമുണ്ട്. ഇത് കുടിക്കാനുള്ള ദിവസമോ അക്ഷരമങ്ങളോ ആഘോഷത്തിന്റെ പേരോ അല്ല എന്ന അറിവിന്റെ സ്വാതന്ത്ര്യമാണ് റിലാപ്സുകളിൽ നിന്ന് നവാഗതരെ വീണ്ടും വീണ്ടും രക്ഷിച്ചുകൊണ്ട് അവർ നാളെ പഴമക്കാരാണ്. അല്ലെങ്കിൽ ഒരു ദിവസത്തെ, ഇന്നത്തെ ഒരു അതിജീവനം കഴിഞ്ഞ ഏതൊരു മനുഷ്യനും നാളത്തെ ഇന്ന് വന്നവന്റെ പഴമക്കാരൻ തന്നെയാണെന്നാണ് എൻ്റെ ഭാഷ്യം. ഞാൻ അങ്ങനെയാണ് ആളുകളെ കാണുന്നത്. അപ്പൊ ഇവിടെ ഈ സാമൂഹിക സംഗമങ്ങൾ, ഇവിടെയും നടക്കുന്നത് സംഗമമല്ലേ? ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ഫെലോഷിപ്പിൽ സൗഹൃദം കൈമാറുന്നു, സ്നേഹം കൈമാറുന്നു, ഐക്യം കൈമാറുന്നു. ഇവിടെ മദ്യപിക്കാതെ സംഗീതം ആസ്വദിക്കാനും ചിന്തകൾ കൈമാറാനും ആശയങ്ങൾ പങ്കുവയ്ക്കാനും കഴിയുന്നുണ്ടെങ്കിൽ ആ ഒരു തുടക്കത്തിൽ നിന്ന് എന്തുകൊണ്ട് അത് തുടർച്ചയിലേക്ക് എത്തിച്ചുകൂടാ എന്നത് ചിന്തിക്കേണ്ട വിഷയമാണ്.
അപ്പോ ഈ പറയുന്ന രണ്ട് ഘട്ടങ്ങൾ, ആദിമ സമൂഹങ്ങളും പുരാതന സംസ്കാരങ്ങളായ മെസോപ്പൊട്ടോമിയ, ഈജിപ്ത്, അതുപോലെ ഗ്രീക്ക് റോമൻ സംസ്കാരങ്ങൾക്ക് ശേഷം നമ്മൾ ആൽക്കഹോളിക്സ് അനോണിമസിൽ നിന്ന് മാറ്റി നിർത്തി ചിന്തിച്ചു കഴിഞ്ഞാൽ ഈ മധ്യ കാലം, ഒരു 20-ആം നൂറ്റാണ്ടിന്റെ ഒക്കെ തുടക്കത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ, 20-ആം നൂറ്റാണ്ടിന്റെ ആ ഒരു വളർച്ചയുടെ ഘട്ടത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ വിവാഹം, ജന്മദിനം, ഉത്സവം എല്ലാം ഒരു കുടികൊണ്ട് തുടങ്ങിയാലേ ആകുള്ളൂ എന്നൊരു സാമൂഹിക ചുറ്റുപാടിലേക്ക് ജനത എത്തിപ്പോയി. സത്യത്തിൽ ഇന്ന് ഈ ഓഫീസിൽ വെച്ച് ഇന്നലെ നടന്ന ക്രിസ്മസ് സെലിബ്രേഷൻ, ഒരു വൈൻ കുപ്പി എന്നെ വല്ലാതെ അസ്വസ്ഥമാക്കിയത്, അത് ഏത് ഓഫീസിലാണെങ്കിലും ഇനി ഓഫീസ് ഇല്ലെങ്കിലും വൈൻ അല്ലെങ്കിൽ റം, ബ്രാൻഡി, ഒരു ആഘോഷം, ആ കല്യാണ വീട്ടിൽ പോയാൽ അത് സൽക്കാരുണ്ട് എന്നൊക്കെ കേൾക്കുമ്പോഴേക്ക് മറ്റ് പറഞ്ഞതൊന്നും മനസ്സിലേക്ക് വരാതെ അതിലേക്ക് മാത്രം എന്നിലേക്ക് എത്തിച്ചത് എൻ്റെ രോഗം എന്ന് പറയുന്ന അവസ്ഥയുടെ സാമൂഹിക സമ്മർദ്ദം കൂടി അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട്. പിന്നീട് നടന്ന വിവാഹാഘോഷങ്ങളിലും ഈ കുടി തുടങ്ങിയതിന് ശേഷം ഏതൊരു കുടിയനും, ഒക്കേഷണലാവട്ടെ, സോഷ്യലാവട്ടെ, ഇനി നോൺ ആൽക്കഹോളിക് ആവട്ടെ, അറിയുന്നൊരു സത്യമുണ്ട്: വിവാഹ ചടങ്ങുകളിൽ മദ്യം ഉണ്ടായിരിക്കും. ജന്മദിനമാണെങ്കിലും ഈ മദ്യത്തിന്റെ എന്തോ സൽക്കാരങ്ങളോ മാറ്റിവെച്ചതോ മിലിറ്ററി വാങ്ങിയതോ എന്തെങ്കിലുമൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. ഉത്സവങ്ങളാണെങ്കിൽ പ്രത്യേകിച്ചുണ്ട്. വീട്ടുകാരൊക്കെ പോകുമ്പോൾ വീട്ടിലിരുന്ന് കൂടാൻ സുഹൃത്തുക്കളെ സൽക്കരിക്കും. ഇതൊക്കെ ഈ സാമൂഹിക പശ്ചാത്തലത്തിന്റെ, ഈ മധ്യകാലത്തിന്റെ സാമൂഹിക ബന്ധത്തിന്റെ അടിസ്ഥാനമായി മാറി. അതിൽ കുടിക്കുന്നവരുണ്ട്, കുടിക്കാത്തവരുണ്ട്. പിന്നെ നമ്മളെ പോലെ, അല്ലെങ്കിൽ എന്നെ പോലെ, മദ്യാസക്തരെ പോലെയൊക്കെ തന്നെ അമിതമായിട്ട് കുടിക്കാനുള്ള അവസരങ്ങളായിട്ട് ഇത്തരം ദിവസങ്ങളെ കണ്ടവരുണ്ട്. ഇതും ശരിക്കും ഒരു സാമൂഹിക ഐക്യത്തിന്റെ ചിഹ്നമാക്കി മാറ്റാൻ ഉത്സവങ്ങളുടെ, ആഘോഷങ്ങളുടെ പേരിന് ഉപയോഗിച്ചു. ക്രിസ്മസിന് നിർത്താം, ക്രിസ്മസിനും കൂടി കുടിച്ചിട്ട്, ന്യൂ ഇയറിന് നിർത്താം, തലേ ദിവസം കൂടി കുടിച്ചിട്ട്, ജനുവരി 1-ന് നിർത്താം. അപ്പോ ഓരോ അക്കങ്ങളൊക്കെ ചിഹ്നങ്ങളായി മാറുന്നു. ഓണം എന്ന പേര് മദ്യപാനം നിർത്താനുള്ള ഒരു ചിഹ്നമായിട്ട് അവശേഷിക്കുന്നു. വിഷു, ദീപാവലി, ശബരിമല നോൽമ്പ്, മണ്ഡലം 1, വൃശ്ചികം 1, മണ്ഡല നോൽമ്പ്, മകരം, സംക്രാന്തി. അപ്പൊ ഇതിനൊക്കെ തന്നെ ഇതൊരു വ്യക്തിയുടെ മാത്രം വിഷയമല്ല. ഈ ആഘോഷങ്ങൾ ഇത് സമൂഹവുമായിട്ട് ബന്ധപ്പെട്ടതാ. അപ്പൊ ഈ സമൂഹത്തിനോട് ഐക്യപ്പെടണമെങ്കിൽ ഒന്നുകിൽ ഞാൻ അത്തരം അവസരങ്ങളൊക്കെ കുടിച്ചുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ അത്തരം അവസരങ്ങളിലൊക്കെ നിർത്താനുള്ള തീയതികളാക്കി മാറ്റണം. എന്നാൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത്തരം സാമൂഹിക അവസ്ഥകളോടൊക്കെ തന്നെ ഐക്യപ്പെടാനും പൊരുത്തപ്പെടാനും ചിലപ്പോൾ പറ്റും. അപ്പൊ ഇത് ഒരു കുടിയനെ സംബന്ധിച്ച് കുടിച്ച കാലങ്ങൾക്ക് മുന്നേ ഇവൻ കണ്ടു വളരുന്നത് ഈ ചുറ്റുപാടാണ്. സാമൂഹിക പശ്ചാത്തലത്തിന്റെ ഈ പ്രസക്തിയാണിത്. വളരെ പ്രസക്തിയുണ്ട് ഈ കാര്യത്തിന്. ഞാൻ ആൽക്കഹോളിക്കായി, ഞാൻ കുടിച്ചു പോയി എന്ന് പറഞ്ഞ് കരയിൽ നിർത്തേണ്ട സമയമായി. എൻ്റെ കുടിരോഗത്തിന് ജനിതകം, സാമൂഹിക പശ്ചാത്തലം, കുടുംബ സമ്മർദ്ദങ്ങൾ, മാനസിക വൈകല്യങ്ങൾ, സ്വഭാവ പെരുമാറ്റ തകരാറുകൾ, ജനിതകമായ പ്രത്യേകതകൾ, ഒട്ടനവധി കാര്യങ്ങൾ ചേർന്നതിന്റെ പേരാണ് ആൽക്കഹോളിസം. അപ്പൊ അതിനോട് ബന്ധപ്പെട്ട മേഖലകളൊക്കെ പരിശോധിക്കുമ്പോൾ എന്തുകൊണ്ട് നേരത്തെ എൻ്റെ പ്രിയ സുഹൃത്ത് ഷിഹാബ് ഈ 1-ാം തീയതി തലേ ദിവസം 1-ാം തീയതി പോയി എന്ന് പറഞ്ഞപ്പോ, ഈ 1-ാം തീയതി ഏതോ കാലത്തിൽ തലച്ചോറ് കണ്ടീഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ ചില കണ്ടീഷൻസ് ചെയ്ത് തലച്ചോറിനെ ബാധിച്ച അസുഖമുള്ള മനുഷ്യരാണ് നമ്മൾ. അതുകൊണ്ട് തന്നെ മനുഷ്യൻ എന്നാൽ തന്നെ അതിന്റെ അർത്ഥം മനസ്സുള്ളവൻ മനുഷ്യൻ എന്ന് കേട്ടിട്ടുണ്ട്. ഈ മനസ്സാണെങ്കിലോ ആൽക്കഹോളിക് മൈൻഡാണ് താനും. മദ്യാസക്ത മനസ്സ് ഒരു സാധാരണ മനസ്സല്ല. മദ്യാസക്ത മനസ്സ്, സൈക്കോളജിക്കലായിട്ട് മദ്യാസക്ത മനസ്സ്, ആസക്തി ഉളവാക്കുന്ന, നിഷേധം, ആസക്ത രോഗത്തിന്റെ എല്ലാ ഭാവപ്രകടനങ്ങളും ഉള്ളിലൊതുക്കുന്ന നിഷേധം, നീരസം, ഭയം, ഉത്കണ്ഠ. ഈ മനസ്സ് ആണ് ഈ പറയുന്ന സാമൂഹിക ഐക്യത്തിന് വേണ്ടി ഒരുമ്പിട്ട് ഇറങ്ങുന്നത്. അതുകൊണ്ട് തന്നെ ഈ മദ്യാസക്തനെ സംബന്ധിച്ച് ഇത്തരം ഉത്സവങ്ങൾ, ആഘോഷങ്ങൾ, ഈ പറയുന്ന ഈ കൂടിച്ചേരലുകൾ എല്ലാം തന്നെ ഏതോ കാലഘട്ടത്തിൽ, ചിലപ്പോൾ കുടിക്കുന്നതിന്റെ മുന്നേ വല്യച്ഛന്റെ മക്കളെ കണ്ടിട്ടോ, സ്വന്തം അച്ഛന്റെ കുടി കണ്ടിട്ടോ,
എനിക്ക് വല്ലപ്പോഴും എൻ്റെ ഒരു അളിയൻ, എനിക്കൊരു അളിയനേ ഉള്ളൂ, പെങ്ങള്, ഭർത്താവ്, ഈ വിഷു ഓണം ദിവസത്തിൽ മാത്രമേ ഈ കക്ഷി കുടിക്കുള്ളൂ. അപ്പൊ ഞാനൊരു ദിവസം ചോദിച്ചു, ഇനി ഒരു കലണ്ടറിൽ ഒരു വർഷം വിഷു വന്നില്ല, ഓണം വന്നില്ല വെച്ചാൽ ഈ മനുഷ്യൻ കുടിക്കൂല. അങ്ങനെയുള്ള ചില മനുഷ്യന്മാരുണ്ട്. അവർക്ക് ആ ദിവസം അല്ലെങ്കിൽ ആഘോഷം അതൊക്കെ ബന്ധപ്പെട്ട് നിയന്ത്രിച്ച്, പക്ഷെ ഇത് അനിയന്ത്രിതമായ അവസ്ഥയിലേക്ക് എത്തുന്നവനെ സംബന്ധിച്ച് പിന്നീട് എല്ലാ ദിവസവും ആഘോഷങ്ങളുടെ സമാനമായ അവസ്ഥ മനസ്സുകൊണ്ടുണ്ടാക്കുന്ന ഒരു പ്രത്യേക കഴിവാണ് പിന്നെ മദ്യാസക്തിനുള്ളത്. ഷാപ്പിൽ നടന്നതൊന്നും വെറും ചിരിയല്ല, പൊട്ടിച്ചിരികളാണ്. ഇനി അഥവാ ഷാപ്പെന്നോ ബാറെന്നോ കരഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒരു നിലവിളികളാണ്, വെറും കരച്ചിലല്ല ചെയ്തത്. കാരണം മറ്റൊരു ഘോഷം, കരഘോഷം എന്നൊക്കെ പറഞ്ഞ പോലെ കയ്യടി കിട്ടുന്ന തരത്തിൽ, ഒച്ച കിട്ടുന്ന തരത്തിലുള്ള മനസ്സിന്റെ ഒരു വെമ്പൽ. അപ്പൊ മദ്യാസക്ത മനസ്സാണ് ആദ്യത്തെ ഈ പ്രശ്നത്തിന്റെ മുന്നിൽ. ഞാൻ പറഞ്ഞല്ലോ ഇന്നലെ ആ ബിയറിന്റെ കുപ്പി, ആ മനുഷ്യൻ, എൻ്റെ ഓഫീസിലെ പിയൂൺ, അവിടെ ആ ഒരു വേസ്റ്റ് അല്ലെങ്കിൽ ഈ ബക്കറ്റ് ഉണ്ട്, ഈ പഴയ പേപ്പറും. അപ്പൊ ഈ ചടങ്ങ് കഴിഞ്ഞിട്ട് ഈ വൈൻ കുടിച്ച ഗ്ലാസുകളും കേക്ക് മുറിച്ച പെട്ടിയെല്ലാം അതിന്റെ കൂട്ടത്തിൽ ഈ വൈൻ കുപ്പിയും അവിടെ ഇട്ടിട്ട് പോയപ്പോഴും അവരൊക്കെ അവരുടെ സീറ്റ് പോയപ്പോഴും ഞാൻ പോയത് ആ മൂലക്കിലേക്ക്, ആ വൈൻ്റെ ബ്രാൻഡ് ഏതാ, റോയൽ ചേസ്, ദ റെഡ് വൈൻ, ഇത്ര മില്ലി, ഇന്ന റേറ്റ്, അതിൻ്റെ ആ ഗോൾഡൻ കളറിലുള്ള സ്റ്റിക്കർ, പിന്നെ അതിൻ്റെ തുഞ്ചത്തുള്ളൊരു മണം, സ്ത്രീ ഉടൽ പോലെയുള്ള കുപ്പിയുടെ സൗന്ദര്യം, ഇതെനിക്ക് ആ കുപ്പി സത്യത്തിൽ എന്നെ ഇട്ടിട്ട് വട്ടം കറക്കിയ സമയത്ത് ഞാൻ ഫീൽ ചെയ്തത് നിങ്ങൾക്ക് പങ്കുവെക്കാൻ, നിങ്ങൾക്ക് അത് എത്രത്തോളം ഉൾക്കൊള്ളാൻ കഴിയുന്നറിയില്ല. എൻ്റെ നെറ്റിയുടെ വലത്തെ ഭാഗത്തിലെ നെറ്റിയുടെ തലച്ചോറിന്റെ ഒരു വശത്ത് പെട്ടെന്ന് ഈ ലൈറ്റ് ഓഫ് ആക്കിയപ്പോഴുള്ളൊരു ഇരുട്ട് ഞാൻ കുറച്ചു നേരത്തേക്ക് ഫീൽ ചെയ്തു. കുറച്ചു നേരത്തേക്ക് ബിൽ വിൽസന്റെ വെള്ളി വെളിച്ചം പോലുള്ള കുടിയന്റെ റിലാപ്സുകാരന്റെ ചില ആത്മീയ വെളിപാടുകൾ ഉണ്ടാവാറുണ്ട്. അവിടെ എനിക്ക് ആ സമയത്ത് വേറെ ഒന്നും ഓർമ്മയില്ല. ഞാനൊരു ബാറിൽ എത്തിയ പോലെയാണ് ആ വൈനിന്റെ സ്മെല്ല് എന്നെ എത്തിച്ചത്. കുറച്ചു നേരത്തേക്ക്, വളരെ കുറച്ചു നേരത്തേക്ക് പെട്ടെന്ന് തന്നെ ഞാൻ ആ കുപ്പി എടുത്തിട്ട് ആ ബക്കറ്റിൽ ഇട്ടിട്ട് ഞാൻ എൻ്റെ സീറ്റിലേക്ക് പെട്ടെന്ന് പോയി, കൈ പോയി കഴുകി. ഒരിറ്റ് മണമായപ്പോഴേക്ക് ഞാൻ കേട്ടിട്ടുണ്ട്, അദ്ദേഹത്തെ ഞാൻ കണ്ടിട്ടില്ല, 25 വർഷക്കാരന്റെ റിലാപ്സ്. വീട്ടിൽ നടന്നൊരു ആഘോഷമായിരുന്നു, മാമോദിസ മുക്കുന്ന 25 വർഷം. അദ്ദേഹത്തിന്റെ വയസ്സ് 70. 25 വർഷം മുന്നേ, അപ്പൊ 45, 55, 65, അപ്പൊ 45 വയസ്സിൽ കുടി നിർത്തിയ ഒരു തിരുവനന്തപുരം, ദൂരം വിദേശത്തോ ഒന്നും പോണ്ട, ബിഗ് ബുക്ക് തപ്പാനും പോണ്ട, ഈ തിരുവനന്തപുരത്ത് ഇവിടെ കുടി നിർത്തിയ 25 വർഷക്കാരൻ, വലിയ ഹോട്ടൽ ഉടമ, ഇതുപോലെ വലിയ ബിൽഡിങ്ങുകളുടെ ഓണർ, 4 കാറുകൾ, ഓരോ ദിവസവും ഓരോ സൈറ്റിലേക്കും ബിസിനസ് ആവശ്യത്തിനും ഓരോ കാറായിരിക്കും പോവുക, 4 ഡ്രൈവർമാർ. ഈ വിദേശത്ത് നിന്ന് വന്ന കൊച്ചുമക്കൾ കൊണ്ടുവന്ന ഒരു സ്കോച്ചിന്റെ കാര്യം പറഞ്ഞു. അപ്പച്ചൻ കുടിച്ച ആ കാട്ടാക്കൂസ് സാധനം നല്ലത്, ഇത് ഒറിജിനൽ സ്കോച്ചാണ്. ആരോഗ്യത്തിന്, രക്തത്തിന്, പ്രായം കുറയ്ക്കാൻ, ഏജ് കുറയ്ക്കുന്ന രാസവസ്തുക്കൾ ഒക്കെ സമ്മിശ്രം, ഒരുപാട് പരിശോധനകൾ നടത്തി അവിടുത്തെ സംവിധാനത്തിൽ ഇറക്കി വരുന്ന, അങ്ങനെ മായം കലരാത്ത ഒറിജിനൽ സ്കോച്ച്. അപ്പച്ചന് വേണമെങ്കിൽ കഴിക്കാം. അപ്പച്ചൻ മീറ്റിങ്ങിന് പോകുന്ന ആളാ. അപ്പച്ചൻ പറഞ്ഞു, മക്കളെ, എനിക്ക് നിങ്ങൾ ഒരു പെഗ് മതിയാവില്ല, മക്കള് കഴിക്കി. അതും പറഞ്ഞ് അപ്പച്ചന്റെ മുറിയിലേക്ക് പോയപ്പോഴും അപ്പച്ചന്റെ മനസ്സിൽ അടുത്ത ചിന്ത വന്നു, സ്കോച്ചോ? ഞാൻ കഴിക്കണ കാലത്ത് ഇങ്ങനെ ഗവേഷണം നടത്തിയിറക്കിയ സാധനമൊന്നും വന്നിട്ടില്ലല്ലോ, ഞാൻ അറിഞ്ഞിട്ടില്ലല്ലോ. മാമോദിസ ചടങ്ങ് ആലോചിക്കണം, അതൊരു കുടുംബത്തിന്റെ ഒരു ആഘോഷത്തിന്റെ പരിപാടിയാണ് നടക്കുന്നത്. കൊച്ചുമക്കൾ, മക്കളെ മക്കൾ, കുടുംബം, എല്ലാവരും ഉണ്ട്, കളി ചിരി തമാശകളൊക്കെ നിൽക്കുമ്പോൾ ആ സാഹചര്യം അദ്ദേഹത്തിന് ഉണ്ടാക്കിയൊരു വൈബ്രേഷനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞു. എനിക്കത് പറ്റില്ല എന്ന് അദ്ദേഹത്തിന് അറിയാം, അദ്ദേഹത്തിന് പറ്റില്ല, കുടിക്കാൻ പറ്റില്ല അദ്ദേഹത്തിന്റെ. പക്ഷെ മനസ്സിൽ ഞാൻ പറഞ്ഞ ഈ വൈൻ കുപ്പി എൻ്റെ കുറച്ചു നേരത്തേക്ക് എന്നെ ഒരു ഇരുട്ടിലേക്ക് കൊണ്ടുപോയ പോലെ കുറെ നേരം ഇയാൾ ചിന്തിച്ചു. അങ്ങനെയെങ്കിൽ ശരീരത്തിന് പ്രശ്നമില്ല എന്നല്ലേ കൊച്ചുമോൻ പറഞ്ഞത്?
ശരീരത്തിന് രക്തത്തിന് നല്ലതാണെന്നല്ലേ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ അതിനെ മദ്യമായിട്ട് കരുതല്ലോ. സൂത്രശാലിയും ചിന്താകുഴപ്പവും ഉണ്ടാക്കുന്നവനും ശക്തനുമാണ് മദ്യം എന്ന് ബിഗ് ബുക്കിൽ എഴുതിയ 100 അംഗങ്ങളിൽ ഒരാളാണല്ലോ ആ വരികൾ എഴുതിയത്. ഈ മനുഷ്യൻ ചിലപ്പോ അങ്ങനെ ഒരു അനുഭവത്തിലൂടെ കടന്നു പോയിട്ടുണ്ടാവും. അതുകൊണ്ടാണ് ബിഗ് ബുക്കിലെ ഓരോ വരികളും ജീവൻ രക്ഷാ മന്ത്രങ്ങളായിട്ട് മദ്യാസക്തന് മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നത് ദൈവങ്ങളാണെന്നാണ് കുട്ടിക്കാലത്തൊക്കെ അമ്മ പഠിപ്പിച്ചത്. ആൽക്കഹോളിക്സ് അനോണിമസിൽ പറയുന്നു മനുഷ്യരിലൂടെ ദൈവം പ്രത്യക്ഷപ്പെടുന്നു. ആ വരികൾ ഞാൻ വായിക്കുമ്പോൾ ഈ മനുഷ്യനെയാണ് ഓർക്കുന്നത്. ആ മനുഷ്യനെ ഓർക്കുമ്പം ഈ പറയുന്ന പുസ്തകം അന്ന് എഴുതിയ കാലത്ത് ആ 100 അംഗങ്ങളിൽ ഒരുവൻ ചിലപ്പോ ഈ തീവ്രമായ ഘട്ടത്തിലൂടെ ഇത്രയും ചിന്താകുഴപ്പം ഉണ്ടാക്കുന്നു. കുടിച്ച് അടി തട്ടി പതറി വീണിട്ടും ഇപ്പോഴും തോന്നുന്നത് മദ്യമല്ലാത്ത രീതിയിൽ അത് രക്തത്തിൽ നല്ലതാണെങ്കിൽ ഉപയോഗിച്ചാൽ മതി. കഴിഞ്ഞ 25 വർഷം കൊണ്ട് കെട്ടിപ്പൊക്കിയ ബിസിനസ് സാമ്രാജ്യങ്ങളൊക്കെ മുന്നിൽ ഏറ്റവും ഉയർന്ന നിലയിൽ ഇരിക്കുന്ന ഒരു മനുഷ്യന് തോന്നിയത് അത് കുഴപ്പമുണ്ടാവില്ല. എന്നാ കൊച്ചുമോനെ എടുക്കടാ, ഒരു ഗ്ലാസ് എടുക്കലെങ്കിൽ അതിന്റെ പെഗോ എന്തോ കണക്കൊക്കെ പറഞ്ഞു അത് കഴിച്ചു. കുറച്ചും കൂടി കഴിച്ചു. പിറ്റേ ദിവസം ഇദ്ദേഹം രാവിലെ കഴിച്ചു. ഇദ്ദേഹം 25 വർഷത്തിന് ശേഷം ബാബു എന്ന അദ്ദേഹത്തിന്റെ ഡ്രൈവറുടെ അടുത്തേക്ക് പോയി. 4 വണ്ടി ഡ്രൈവർമാർക്ക് അറിയില്ല ഏത് റൂട്ടിലാണ് മുതലാളി പോകുന്നത്, ഏത് ഡ്രൈവറെ വിളിക്കുക, എപ്പോഴും അവർ റെഡി ആയിട്ടിരിക്കണം. ബാബുവേ വണ്ടി ഇടാടാ. 25 വർഷം മുന്നേ പറഞ്ഞ ശൈലിയാണ് ബാബു എന്ന ഡ്രൈവർ കേട്ടു എന്നാണ് പറഞ്ഞത്. ഇതൊന്നും കെട്ടുകഥകളല്ല, ചിത്രകഥകളുമല്ല. മദ്യാസക്തന്റെ ഒരു ഈ പറയുന്ന ഞാൻ 25 വർഷം കഴിഞ്ഞ് കുടിച്ചാൽ ഞാൻ അപ്പച്ചനെ പോലെ ആകുമെന്നും ആ മനുഷ്യനിലൂടെ അതാണ് ഇവിടെ കൈമാറുന്നത്. ആശയങ്ങളല്ല, അനുഭവങ്ങൾ. ആ മനുഷ്യൻ വിളിച്ചത് ബാബുവേ വണ്ടി ഇടടാ എന്ന് പറഞ്ഞപ്പോൾ അയാൾ തരുത്തുപോയി. 25 വർഷം മുന്നെയാണ് ഇദ്ദേഹം ആ ശൈലിയിൽ ആ ഭാഷ ഉപയോഗിച്ച് വിളിച്ചത്. 25 വർഷത്തിന് ശേഷത്തെ 2-ാം ദിവസത്തെ കുടിയാണ് ഇന്ന് അയാളെ അതേ പഴയ നിർത്തിയ ഭാഗത്തിൽ നിന്ന് കുടി തുടങ്ങുന്നു എന്ന് പറയുന്നതിന്റെ കാരണം അമിതമായിട്ട് മദ്യപിക്കലല്ല, ശരീരഭാഷ, സംസാര ഭാഷ, ശൈലി, നോട്ടം, ഭാവം, വികാരങ്ങൾ എല്ലാം നിർത്തിയ ഭാഗം അവിടുന്ന് വീണ്ടും ഉയർന്നു പോകുന്ന പ്രോഗ്രസീവ് ഡിസീസ്. 3-ാം ദിവസം അദ്ദേഹത്തിന്റെ സ്വന്തം ഹോട്ടൽ റൂമിൽ അദ്ദേഹം വാതിലടച്ച് കുപ്പികൾക്കിടയിൽ ബോധമില്ലാതെ കിടക്കുമ്പോൾ ഒരു അംഗം അവിടെ ചെന്നിട്ട് പറഞ്ഞൊന്ന് കാണണം. ഒരാളെയും കയറ്റി വിടരുതെന്ന് പറഞ്ഞിട്ടുണ്ട് മുതലാളി, ആർക്കും പ്രവേശനമില്ല, ഞാനൊരു അംഗമാണെന്ന് പറയൂ എന്ന് പറഞ്ഞു. ഈ മനുഷ്യൻ അംഗമാണെന്ന് പറഞ്ഞ ആ റൂമിലേക്ക് പ്രവേശനം നേടിയപ്പോ ഈ 70 വയസ്സുകാരൻ പൊട്ടിക്കരഞ്ഞു പറഞ്ഞു, എന്റെ ജീവിതം തകർന്നു, ജീവിതം 3 ദിവസം കൊണ്ട് ഇല്ലാതെ, ഇനി ഞാൻ എങ്ങോട്ട് പോകും. ഒരു ആഘോഷവേളയിലെ കൊച്ചുമകന്റെ അപ്പച്ച ഇത് നല്ലതാണ് ഈ സ്കോച്ച് എന്ന് പറഞ്ഞ് ആ ഒരു ഒറ്റ വരി ഈ മനുഷ്യനെ എത്തിച്ചത്. വീണ്ടും അദ്ദേഹം വന്നു. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ വൻമരങ്ങളെ കടപുഴക്കി വീഴ്ത്തിയിട്ടുണ്ട് ഈ വീണ്ടുമുള്ള കുടി, പിഴുതെറിഞ്ഞിട്ടുണ്ട്. ചിലവർ ഇന്ന് ഭൂമിയിൽ അവശേഷിക്കുന്നില്ല, തുടച്ചു നീക്കുന്ന രോഗമായി മാറി. എൻ്റെ കൂടെ കുടിച്ചവരും ഏകങ്ങൾ തന്നെ ജീവിക്കുന്നില്ല. അവരൊക്കെ പലതും മരിച്ചു പോയത്. തലേ ദിവസം വരെ കുടിച്ച ഒരു അംഗം ഇന്ന് പിറ്റേ ദിവസം അദ്ദേഹം ഓടയിലേക്ക് വീണ് കുപ്പി പുറത്തു കയറി മരിച്ചു വരാറിയുന്നു. അപ്പോ അദ്ദേഹത്തെ കുറിച്ച് പറയാൻ, ഇന്ന് ആ അനുഭവത്തെ കുറിച്ച് പറയാൻ, പുനർപതനത്തെ കുറിച്ച് പറയാൻ, ഒരു മാമോദിസയിൽ കുടിച്ച് ഒരു ആഘോഷവേളയിൽ കുടിച്ച് ജീവിതം നഷ്ടപ്പെട്ടു പോയവനെ കുറിച്ച് പറയാൻ, ഒരുപാട് പുനർപതനങ്ങളിലൂടെ ഇങ്ങനെ കയറി ഇറങ്ങി വീണ് മരണത്തിന്റെ മുഖാമുഖം എന്നൊക്കെ പറഞ്ഞ അവസ്ഥയിലെത്തി കഴിഞ്ഞൊരു 3.5 വർഷമായി മദ്യപിക്കാതെ ഞാൻ അവശേഷിക്കുന്നുണ്ടെങ്കിൽ, ഇന്ന് ആ വിഷയത്തെക്കുറിച്ച് പറയാൻ രാമേട്ടനെ പ്രേരിപ്പിച്ച ഒരു ഘടകം ആൽക്കഹോളിക്സ് അനോണിമസിൽ ഉണ്ടെങ്കിൽ ആ അവസ്ഥയെ ഞാൻ വലിയ ശക്തി എന്ന് വിളിക്കുന്നു. അപ്പൊ ഈ നേരത്തെ പറഞ്ഞ മധ്യമകാലമൊക്കെ കഴിഞ്ഞ് ഈ ചിഹ്നം പിന്നീടാണ് ഈ ഇന്നത്തെ കാലഘട്ടം വ്യവസായവൽക്കരണത്തിന്റെയും വിപണനത്തിന്റെയും കാലഘട്ടമായപ്പോഴേക്ക് വൈകിട്ട് എന്താ പരിപാടി എന്ന മോഹൻലാലിന്റെ പരസ്യ ബോർഡിലായിട്ട് മദ്യം മാറി. എനിക്കിപ്പോഴും ഓർമ്മ, ഞാൻ കോളേജിൽ പഠിക്കുന്ന മറ്റേ കാലത്ത് ബസ്സിൽ പോകുമ്പോഴാണ് ഒരു കയറ്റം വളവുള്ള റോഡ് ഹൈവേയിൽ ഒരു ബോർഡ് കണ്ടത്, വൈകിട്ട് എന്താ പരിപാടി.
മാക്ഡവലാണോ കിങ്ഫിഷർ ആണോ എന്നറിയില്ല. പക്ഷെ ആ വാചകം എൻ്റെ മനസ്സിൽ ഇപ്പോഴും പോയിട്ടില്ല. വൈകിട്ട് എന്താ പരിപാടി? പരിപാടി ഉണ്ടെങ്കിൽ വൈകിട്ടാണെങ്കിൽ മദ്യപിക്കണം. ഇത് സമൂഹത്തിന്റെ സ്റ്റാറ്റസ് ആയിട്ട് മാറി. അപ്പൊ വൈകിട്ട് ആഘോഷങ്ങളോ ക്രിസ്മസോ ഇല്ലെങ്കിലും, ചുവപ്പക്കങ്ങളില്ലാത്ത കലണ്ടർ ആണെങ്കിലും വർക്കിംഗ് ഡേ ആണെങ്കിലും വൈകിട്ടാണ് പരിപാടിയെങ്കിൽ അത് മദ്യമാണ് പരിപാടി എന്നത് ഈ പറയുന്ന കൗമാരക്കാരന്റെ മനസ്സിലും അവിടുന്ന് അങ്ങോട്ടുള്ള എല്ലാ പ്രായഭേദമന്യേ പരസ്യ ബോർഡുകളായിട്ട് ഇത് മാറിക്കഴിഞ്ഞു. ഇവിടെയാണ് ആൽക്കഹോളിക്സ് അനോണിമസ് പോലെയുള്ള കൂട്ടായ്മകൾ, ആൽക്കഹോളിക്സ് അനോണിമസ് പോലെയുള്ള ഒട്ടനവധി കൂട്ടായ്മകളുണ്ട്. സ്മാർട്ട് റിക്കവറി, മറ്റ് ആത്മീയ പ്രോഗ്രാമുകൾ, ചില ഇന്നൊക്കെ വളരെ ശക്തമായിട്ട് ഗവേഷണങ്ങളൊക്കെ നടത്തുന്ന ചില സ്പിരിച്വൽ ഫൗണ്ടേഷൻസിനൊക്കെ ഞാൻ നേരിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് അറിയാൻ വേണ്ടിയിട്ട്. ഡോക്ടേഴ്സ് സംവിധാനത്തിലും മെഡിക്കൽ സയൻസിന്റെ സഹായത്തിലും ആത്മീയത കൂട്ടിച്ചേർത്ത് ഗവേഷണം നടത്തി റിലാപ്സുകാരെയും അതുപോലെ മദ്യത്തിൽ നിന്ന് മാറി നിൽക്കാനുള്ള ആളുകളെ റീഹാബിലിറ്റേഷൻ ചെയ്തിട്ടൊക്കെ ചില സംഘടനകൾ കോയമ്പത്തൂരും അതുപോലെ കേരളത്തിലൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്. അത് ഉൾപ്പെടെ ആൽക്കഹോളിക്സ് അനോണിമസ് ഉൾപ്പെടെ. കാരണം എല്ലാത്തിൻ്റെയും നേതൃത്വം ഏറ്റെടുക്കുന്നില്ല. പോലുള്ള കൂട്ടായ്മകൾ ഇത്ര നേരവും ഞാൻ പറഞ്ഞ ചരിത്രത്തെ തകർക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു, ആദിമകാല സമൂഹങ്ങളും പുരാതന സംസ്കാരങ്ങളും മധ്യകാലങ്ങളും 25 വർഷക്കാരന്റെ റിലാപ്സുകളെ എല്ലാ അവസ്ഥകളെയും പുനർപതനത്തിന്റെ മുന്നിൽ വെച്ച് എല്ലാത്തിനെയും തകർക്കുന്നതാണ് പോലുള്ള കൂട്ടായ്മകളുടെ പ്രത്യേകത. കാരണം അവരിത് ഉറക്കെ വിളിച്ചു പറഞ്ഞു, ഇത് മനസ്സിന്റെ രോഗമാണ്, കലണ്ടറിന്റെ രോഗമല്ല, ക്രിസ്തുവിന്റെ രോഗമല്ല, ക്രിസ്തുമസിന്റെ രോഗമല്ല. കുടി മാത്രമല്ല ഞങ്ങളെ പ്രശ്നം, ഞങ്ങൾക്ക് ചിന്താരീതി ഞങ്ങൾക്ക് പ്രശ്നമുണ്ട്. ഞങ്ങൾ എത്രയോ മുന്നേ ചിന്തിക്കുന്നുണ്ട്, ക്രിസ്മസിന്റെ മുന്നേ ചിന്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ തവണ വേണ്ട, അത്ര വേണ്ട, ആ ടീമിന്റെ കൂടെ വേണ്ട, അന്ന് മാത്രം കുടിച്ചു നിർത്താം. ഇതിനെ ഇങ്ങനെ പോയ ഒരാള് ബിഗ് ബുക്കിൽ എഴുതി, ചിന്താക്കുഴപ്പം ഉണ്ടാക്കുന്നവനും ശക്തനും എന്നൊക്കെ എഴുതി. ആ മനുഷ്യൻ അത് എഴുതണമെങ്കിൽ അദ്ദേഹം ഈ പറയുന്ന എത്തിയതിനു ശേഷമോ എത്തുന്നതിന് മുന്നേ ഒക്കെ ഏതോ ഒരു കലണ്ടറിലെ ചുവപ്പക്കം അദ്ദേഹത്തെ വീഴ്ത്തി കളഞ്ഞിട്ടുണ്ട്. അങ്ങനെ മനസ്സിനെ കണ്ടീഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു സ്ഥിതിയാക്കി മാറ്റുക. സ്ഥിതി ഇപ്പൊ ഒരു ഉറച്ച പോലെ ഒരു ക്രിക്കറ്റില് സ്റ്റമ്പ് അതവിടെ അടിച്ച് അത് അവിടെ നിൽക്കണം. അത് ബോൾ വന്ന് തട്ടി വീഴണം, അപ്പോഴേ ആ കളി മുന്നോട്ട് പോവുള്ളൂ. അതേപോലെ മനസ്സിന് ഇതേപോലെ ചില കണ്ടീഷൻസ്, വിവാഹം, ഉത്സവം, അടുത്ത വർഷം നടക്കാൻ പോകുന്ന വിവാഹം വരെ, പെങ്ങളെ മകൻ കല്യാണത്തിന് പെണ്ണ് കാണാൻ പോയിട്ടില്ല, പക്ഷെ അടുത്ത വർഷം അവന്റെ കല്യാണം നടത്തണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അത് ഏപ്രിലോ മെയ്യിലോ നടത്തണം എന്നാണ് പറഞ്ഞത്. അപ്പോഴേക്ക് ഞാൻ മെയ്യിലെ കല്യാണ ഹാള് വരെ എൻ്റെ മനസ്സിൽ കണ്ടു. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള മനസ്സിനെ ബാധിച്ച രോഗവുമായി ജീവിക്കുന്ന മനുഷ്യരെ സംബന്ധിച്ച് ആൽക്കഹോളിക്സ് അനോണിമസ് സംസാരിക്കാൻ തുടങ്ങി. നേരത്തെ പറഞ്ഞതൊക്കെ പൊതുവായ കാര്യങ്ങൾ മാത്രം. ഈ മദ്യാസക്തനെ സംബന്ധിച്ച് ആഘോഷങ്ങളെ നോക്കിക്കാണുന്നത് സന്തോഷിക്കാനുള്ള ദിവസങ്ങളായിട്ടാണ്. കാരണം ആൽക്കഹോളിക്സ് അനോണിമസിന്റെ 4-ാം പടി പരിശീലിച്ച ഒരു മനുഷ്യനെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും, യഥാർത്ഥ സന്തോഷം മദ്യപാന ജീവിതത്തിന്റെ മുന്നേയെ ഞാൻ അനുഭവിച്ചിട്ടില്ല. ഞാൻ എന്തൊക്കെയോ കാട്ടിക്കൂട്ടലുകൾ തേടി നടക്കുകയായിരുന്നു പഠനകാലത്ത്. മറ്റുള്ളവൻ ക്യാമൽ ബോക്സ് വാങ്ങിയപ്പോൾ ഞാൻ നടരാജ് ബോക്സ് ആയിപ്പോയല്ലോ എന്ന എൻ്റെ സന്തോഷം പോയത്. എൻ്റെ അച്ഛൻ ഇതാണല്ലോ വാങ്ങിത്തന്നത്. അവന് പുതിയ യൂണിഫോം 2ാമതും വാങ്ങിയപ്പോൾ എൻ്റെ അച്ഛൻ പൈസ തരാത്തതിൻ്റെ സന്തോഷക്കേട്. സന്തോഷം എവിടേക്കോ ഈ പറയുന്നവന്റെ നിഷേധിക്കപ്പെട്ടതിൻ്റെ സന്തോഷത്തിന് വേണ്ടിയുള്ള പരക്കം പാച്ചിലിന്റെ ഭാഗമായിട്ട് കാലങ്ങളായി ഓടി നടന്നു. പിന്നെ കിട്ടിയതാണ് കുപ്പിയെ. കുപ്പി ശരീരത്തിനെയും കൂടി ബാധിച്ച അസുഖമായതുകൊണ്ട് ശരീരവും മനസ്സും മറ്റൊരു തലത്തിലേക്ക് ആ സമയത്ത് ഈ പറയുന്ന തലച്ചോറിനെ ബാധിച്ചതും ബുദ്ധിക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതും വികാരങ്ങളെ സ്വാധീനിക്കുന്നതുമായ അസുഖമായതുകൊണ്ട്, അവസ്ഥയായതുകൊണ്ട് ഈ കൃത്രിമമായ സന്തോഷത്തിന്റെ ഉടമസ്ഥന്മാരാവാൻ ഓരോ മദ്യാസക്തരും ശ്രമിച്ചുകൊണ്ടിരുന്നു.
ബാറുകളിൽ പണം വിതറി സ്നേഹം സമ്പാദിക്കാനും സന്തോഷം ഹോൾസെയിലായിട്ട് മൊത്തക്കച്ചവടം നടത്താനും പണം എറിഞ്ഞുകൊണ്ടേയിരുന്നു. സന്തോഷത്തിന്റെ ദിവസങ്ങൾ മറ്റുള്ളവരൊക്കെ ചെയ്യുന്നത് പോലെ. കാരണം മദ്യാസക്തർ ഡോക്ടേഴ്സ് ഒക്കെ പറയുന്നത് 10ൽ 2 3 ഇപ്പൊ 4 ബാക്കിയൊക്കെ ഈ പറയുന്ന നിയന്ത്രിച്ചു കുടിക്കുന്നവരാ. അവരൊക്കെയാണ് ഞാൻ കണ്ടത്, എന്റെ കുട്ടിക്കാലം മുതൽ കാണുന്നത്. കൂടുതൽ പേരും ഈ റോഡിൽ കിടക്കുന്നവനും വഴിയിൽ പ്രശ്നം ഉണ്ടാക്കുന്നവനും വീട്ടിൽ തല്ലുന്നവനും വളരെ കുറച്ച്. എൻ്റെ അച്ഛൻ, പിന്നെ എൻ്റെ കുടുംബത്തിൽ ഇപ്പൊ ഞാൻ 386 അംഗങ്ങളുള്ള ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിരുന്നു. എൻ്റെ ഈ 2 ഫാമിലി, എൻ്റെ അച്ഛൻ്റെ തറവാടും അമ്മയുടെ തറവാടും. അതില് ഞാൻ മാത്രമാണ് ചികിത്സയ്ക്ക് വേണ്ടി പോയൊരു ഏക അംഗം ഈ പറഞ്ഞ ഫാമിലിയിൽ. 386 ശാഖകളുള്ള ഈ പറയുന്ന ഈ 2 വൻ തറവാടുകളിലെ ഈ അംഗമായ ഞാൻ മാത്രമാണ് അംഗമായിട്ട് മാറിയിട്ടുള്ളൂ. അപ്പൊ അവരൊക്കെ ഞാൻ കാണുന്നത് 385 പേരും ഇത്തരം ദിവസങ്ങളൊക്കെ നോക്കി കാണുന്നത് പോലെ എനിക്ക് എന്തുകൊണ്ട് താരതമ്യ പഠനങ്ങൾ എന്നോ ഞാൻ നടത്താൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ആഘോഷവേളകളെയും ഈ പറയുന്ന ഉത്സവവേളകളെയും കുടുംബത്തിലെ പ്രധാന ചടങ്ങുകളൊക്കെ തന്നെ നോക്കിക്കണ്ടത് ഇങ്ങനെയായിരുന്നു, അവരെ പോലെ ആകാൻ. ഇതുകൊണ്ടാണ് തകർക്കുന്നത് ആ ചിന്തകളെ. വ്യത്യാസമുണ്ട്. നീ അവരല്ല, നീയാണ്, നീ രോഗിയാണ്, രോഗം എനിക്കാണ്, അവർക്കല്ല. അപ്പൊ ഇങ്ങനെ ഉള്ള കുടിക്കാനുള്ള അവസരങ്ങളായിട്ട് സന്തോഷങ്ങളെ ഉൽപ്പാദിപ്പിക്കാനോ നിർമ്മിക്കാനോ കൃത്രിമമായിട്ട് ഉണ്ടാക്കിയെടുക്കാനോ റെഡിമെയ്ഡ് പോലെയോ എന്തൊക്കെയോ ചെയ്യാവുന്ന ദിവസങ്ങളായിട്ടാണ്. അപ്പോ മദ്യാസക്തി കുപ്പിയോടല്ല ബന്ധപ്പെട്ട് ആദ്യം നിൽക്കുന്നത് ദിവസങ്ങളോടും സ്ഥലങ്ങളോടും സാഹചര്യങ്ങളോടും മറ്റ് വ്യക്തികളോടും. ഞാൻ കണ്ട എൻ്റെ കുടുംബത്തിലെ 385 പേരും ആരും അഡ്മിറ്റ് ചെയ്യാൻ പോയിട്ടില്ല. അവരിലെ പോലെ എനിക്കാവാനുള്ള ശ്രമങ്ങൾ. അപ്പൊ അതിനുള്ള മത്സരങ്ങൾ, മാനസിക മത്സരങ്ങൾ, വ്യായാമങ്ങൾ, മാനസിക വിയർക്കലുകൾ, ക്ഷീണിക്കലുകൾ, ഇതൊക്കെ എന്നെ വീണ്ടും നിരാശനാക്കിക്കൊണ്ടിരുന്നു. ഈ അപകടത്തെയാണ് ജാഗ്രത കുറവ് എന്ന് ആൽക്കഹോളിക്സ് അനോണിമസ് പറയുന്നത്. നിങ്ങൾ പ്രവർത്തിക്കേണ്ടതുണ്ട്, ചിലപ്പോൾ കൂടുതൽ പ്രവർത്തിക്കേണ്ടതുണ്ട്. ഇത് കുടിച്ചവനോടല്ല പറയുന്നത്, കുടിക്കാൻ പോകുന്ന ഈ പറയുന്ന ഞാൻ ഈ ഇങ്ങനെ ഈ ഒട്ടനവധി റിലാപ്സിനൊക്കെ ശേഷം വന്നപ്പോ എന്തോ ഒരു വെളിപാട് പോലൊരു ഞാൻ അല്ലെങ്കിൽ എത്തിപ്പെടില്ല, എന്തോ ഒരു വെളിപാട് പോലൊരു ചിന്ത വന്നു. ഞാൻ എന്തിനാണ് ഇനിയപ്പാ ആൽക്കഹോളിക്സ് അനോണിമസിൽ പോകുന്നത്? വർഷങ്ങളായിട്ടുള്ള നൂറ്റാണ്ട് എൻ്റെ മുന്നിലൂടെ കടന്നുപോയി. എവിടെയും എത്താതെ പോയൊരു ദരിദ്രൻ മാത്രമായിട്ട് ഇതാ അവശേഷിക്കുന്നു. ഇനി ഞാൻ എന്തിന് മീറ്റിങ്ങിന് പോകണം? ഞാൻ പെട്ടെന്ന് എന്നോട് ആരോ പറഞ്ഞു, നീ പോകുന്നത് സുബോധവാനാവാനാണ്. അപ്പൊ അവിടെ വരുന്നവരൊക്കെയോ അവർ റിലാപ്സ് ആവാതിരിക്കാനാണ്. ഇപ്പൊ ഇതൊരു 30 വർഷക്കാരൻ നമ്മളെ മീറ്റിംഗിൽ ഇരിക്കും, 30 വർഷം കഴിഞ്ഞ ഒരു മനുഷ്യൻ ഇരിക്കുന്നുണ്ട്. എന്തിനാണ് ഇപ്പോഴും അദ്ദേഹം ജ്വാലയിലും ഫിസിക്കൽ മീറ്റിങ്ങിലും അങ്ങോട്ടും ഇങ്ങോട്ടും കൺവെൻഷനൊക്കെ ഓടുന്നത്? റിലാപ്സ് ആവാതിരിക്കാനാ. ഞാൻ വരുന്നത് സോബർ ആവാനാ. രണ്ടും 2 വശങ്ങളാണ്. രണ്ടിൻ്റെയും കൂടി പേരാണ് ആൽക്കഹോളിക്സ് അനോണിമസ്, അല്ലെങ്കിൽ ഡിസീസ്, റിക്കവറി, സോബറേറ്റി, സെറനിറ്റി പ്രയർ. ഇതെല്ലാം ഈ 2 വശങ്ങളും ഒരുപോലെ സൂക്ഷിക്കാനാണ്. അപ്പൊ അങ്ങനെയുള്ള ജാഗ്രത കുറവ് വരുന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യം അത് തിരിച്ചറിയണം. ആത്മനിയന്ത്രണമില്ല, ഞാൻ ദുർബലനാവുന്നു, ഇന്ന് മാത്രം കൂടി എന്ന ചിന്ത എനിക്ക് വരുന്നുണ്ടോ? ഇങ്ങനെയൊക്കെ ഒരു വിശകലനം നടത്തുമ്പോൾ കൃത്യമായിട്ട് ആ മനുഷ്യനെ എന്നെ മനസ്സിലാവുള്ളൂ, ഞാൻ റിലാപ്സിലേക്കാണോ. ചിലപ്പോൾ നിങ്ങൾ ഈ വഴിയിൽ നിന്ന് വ്യതിചലിച്ചേക്കാം. അതിനർത്ഥം കുടിക്കുകയല്ല എന്ന് നമ്മളെ ആശ്വസിപ്പിക്കുന്നുണ്ട്. അത് മനസ്സിലാവുന്നത് വരെ ഞാൻ കുടിക്കാനാണ് പോയത്. ഈ പ്രോഗ്രാമിൽ നിന്ന്, ഈ സംവിധാനത്തിൽ നിന്ന്, ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ജീവിത രീതിയിൽ നിന്ന് വളരെ പെട്ടെന്ന് വ്യതിചലിക്കാവുന്ന സ്വഭാവത്തിലെ പെരുമാറ്റത്തിലെ തകരാറുകളുടെ കൂമ്പാരമാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ഞാൻ പലപ്പോഴും ചെയ്യാറുണ്ട്. അത് ജ്വാല മീറ്റിങ്ങിലുള്ള അംഗങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. പക്ഷെ അവർക്കൊക്കെ അറിയാം അതിനർത്ഥം ഇവൻ കുടിക്കുക എന്നല്ല, ഇവൻ വീണ്ടും തിരിച്ചു വരേണ്ടവനാണ്. അവൻ ആ തകരാറുകളോ പ്രശ്നങ്ങളോ വിപ്ലവങ്ങളോ വിവാദങ്ങളോ ഉണ്ടാക്കിയാലും അവൻ വീണ്ടും തിരിച്ചു വന്ന് വീണ്ടും പ്രോഗ്രാമിലേക്ക് എത്തട്ടെ. ഇതാണ് ബിഗ് ബുക്കിന്റെ ആശ്വാസം. അപ്പൊ ഇങ്ങനെ ഒരു മനഃശാസ്ത്രപരമായ ഒരു വികലമായ ചിന്തകൾ, പലതരത്തിലും സംശയങ്ങളോ അല്ലെങ്കിൽ ആകുലതകളോ അല്ലെങ്കിൽ ഓവർ തിങ്കിങ്ങോ അല്ലെങ്കിൽ വീണ്ടും ഒരു പരീക്ഷണത്തിന് മുതിരാനുള്ള ശ്രമമോ ഒക്കെ തന്നെ
എൻ്റെ മനഃശാസ്ത്രം വരെ ഈ ആൽക്കഹോളിക് മനഃശാസ്ത്രമാണ്. അതുകൊണ്ടാണ് ഞാൻ മദ്യത്തിലേക്ക് പോവാൻ കാരണം ആഘോഷവേളകൾ മാത്രമല്ല. അതിൽ ഞാൻ സന്തോഷം കണ്ടെത്താൻ കാരണം നിഷേധിക്കപ്പെട്ട സന്തോഷത്തിന്റെ വർഷങ്ങൾക്ക് മുന്നേ എനിക്കൊരു പരിശോധന നടത്തേണ്ടി വന്നു. അപ്പോ ആ പരിശോധന നടത്തുന്നത് വരെ എനിക്ക് ദിവസങ്ങളായിരുന്നു പ്രശ്നം. പരിശോധന നടത്തിയപ്പോൾ മനസ്സിലായി ക്രിസ്തുമസ് അല്ല പ്രശ്നം, ന്യൂ ഇയറും അല്ല പ്രശ്നം. ഞാൻ ഈ വേളകളിൽ അനുഭവിച്ചറിയാൻ ആഗ്രഹിക്കുന്ന ഒരു സന്തോഷം എവിടേക്കോ നിഷേധിക്കപ്പെട്ടു. പറയുന്ന സന്തോഷത്തിലേക്ക് എത്താൻ എനിക്ക് ചില കാര്യങ്ങൾ ചെയ്യേണ്ട, ഈ നടപടികളുമായി ഞാൻ മുന്നോട്ട് പോവേണ്ടതുണ്ട്. അതാണ് എൻ്റെ അടുത്ത ശ്രമം. അപ്പോ സത്യത്തിൽ ഈ സ്റ്റെപ്സ്, ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ജീവിത രീതി ഇത്തരം കാര്യങ്ങളെ എങ്ങനെ തടയിടുന്നു എന്നതിലേക്ക് എത്തിക്കുമ്പോഴാണ് മദ്യമില്ലാതെയും ഡാൻസ് കളിക്കാം, മദ്യമില്ലാതെയും പാട്ടുപാടാം, മദ്യമില്ലാതെയും ആഘോഷിക്കാം. എന്തിനേറെ പറയുന്നു, ഇന്ന് പ്രത്യേകിച്ച് ഞാനിപ്പോ ഈ 3.5 വർഷമായിട്ടേ ഉള്ളൂ ഈ ഓൺലൈൻ മീറ്റിങ്ങിനെ പരിചയപ്പെട്ടിട്ട്. അതിന് മുന്നേ ഉള്ള കാലഘട്ടത്തിലൊക്കെ ഈ ഫിസിക്കൽ മീറ്റിങ്ങിൽ വന്നു കയറി ഇറങ്ങി നിരങ്ങിപ്പോയി ഒരാളാണ്. അപ്പൊ അതുകൊണ്ടൊക്കെ തന്നെ എനിക്ക് ഇന്ന് ഇതിന്റെ ഒരു അത്ഭുതമായിട്ട് കാണുന്നത് ഒരൊറ്റ ഓൺലൈൻ മീറ്റിങ്ങോ ഒരൊറ്റ ഫിസിക്കൽ മീറ്റിങ്ങോ മതി ആ സമയത്ത് ഈ മനുഷ്യൻ അനുഭവിക്കുന്ന, കാരണം മനസ്സിനെ ബാധിച്ച അസുഖമാണ്, മനസ്സിന്റെ തലം ഈ പറയുന്ന അവസ്ഥയ്ക്ക് യോജിക്കാത്തത് കൊണ്ട് മറ്റൊരു തലത്തിലേക്ക് എത്താനാണ് കുടിക്കാനുള്ള പ്രേരണ ശാരീരികമായിട്ടും മാനസികമായിട്ടും മദ്യാസക്തിയിൽ എത്തുന്നത്. മദ്യക്കുപ്പി എടുക്കുന്നതിന് മുന്നേ ഒരു മീറ്റിംഗിൽ പ്രിയാമ്പിൾ വായിക്കാൻ ഞാൻ എൻ്റെ മൊബൈലോ അല്ലെങ്കിൽ എൻ്റെ പ്രിയാമ്പിൾ ലിസ്റ്റോ അല്ലെങ്കിൽ ഇന്നത്തെ ഡെയിലി റിഫ്ലക്ഷൻ വായിക്കാൻ പ്രതിദിന മനങ്ങൾ പുസ്തകമോ ഉയർത്തുകയാണെങ്കിൽ രണ്ടിനും എൻ്റെ കൈ ഉയർത്തണം. എനിക്കൊരു ഹാൻഡ് റൈസ്, നേരത്തെ മീറ്റിംഗ് തുടങ്ങിയപ്പോൾ ചന്ദ്രേട്ടന്റെ ഹാൻഡ് റൈസ് കണ്ടു, അദ്ദേഹത്തിന് പിന്നെ കണ്ടില്ല, ഇപ്പൊ ഉണ്ടോന്ന് അറിയില്ല. ആ ഹാൻഡ് റൈസ് ഉയർത്തേണ്ടത് കുപ്പി എടുക്കാനും ഗ്ലാസ് എടുക്കാനും ഓക്കെ. അതുപോലെ തന്നെ ഞാൻ എൻ്റെ ഈ സന്തോഷം ഉണ്ടാക്കാനാണല്ലോ ഞാൻ മദ്യത്തിലേക്ക് പോകുന്നത്, നിഷേധിക്കപ്പെട്ട സന്തോഷം വീണ്ടും ഉണ്ടാക്കിയെടുക്കാൻ. നിലവിലുള്ള സന്തോഷത്തിന്റെ പങ്കെടുക്കാനും പങ്കുപറ്റാനും ഞാൻ എൻ്റെ ഒരു കൈ ഉയർത്തിയാൽ മതി. എനിക്കൊന്ന് ഷെയറിങ് ചെയ്യണം, ഞാൻ അസ്വസ്ഥനാണ്, എനിക്കൊന്ന് പ്രിയാമ്പിൾ വായിക്കണം, എനിക്കൊന്ന് ഇന്നത്തെ മീറ്റിങ്ങിൽ ഇന്ന് വളരെ എല്ലാവരും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ബത്തേരിയിൽ നിന്ന് രാജേട്ടൻ ഇന്ന് മീറ്റിങ്ങിൽ സ്ഥിരമായിട്ട് അംഗങ്ങളെയൊക്കെ ഒന്ന് വിറപ്പിക്കുന്ന രീതിയിൽ കക്ഷി ഈ പാരമ്പര്യങ്ങളോ ഡെയിലി റിഫ്ലക്ഷനോ ഏതോ ഒന്ന് മുന്നോട്ട് വന്ന് സ്വയം സന്നദ്ധനായിട്ട് വായിച്ചു. ഇന്നത്തെ അധ്യക്ഷൻ രാജേഷ് അദ്ദേഹത്തിന് പ്രത്യേക അഭിനന്ദനം പറയുകയും ചെയ്തു. കാരണം സ്വന്തം റിക്കവറിക്ക് വേണ്ടി, സ്വന്തം സന്തോഷത്തിന് വേണ്ടി ഒരു ശ്രമം നടത്തുമ്പോൾ അത് വീണ്ടും വരാനിരിക്കുന്ന മണിക്കൂറുകളിലേക്കാണ്. കാരണം ആ മണിക്കൂറുകൾക്ക് ശേഷമാണ് ക്രിസ്മസ് വരുന്നുള്ളൂ. ഇപ്പോഴല്ല ക്രിസ്മസ്, ന്യൂ ഇയർ വരാൻ പോകുന്നതേ ഉള്ളൂ. പക്ഷെ അതിനെ സജ്ജീകരിക്കണമെങ്കിൽ, എനിക്ക് ഏറ്റെടുക്കണമെങ്കിൽ, അഭിമുഖീകരിക്കണമെങ്കിൽ അസാധാരണമായ ശക്തി വേണം. ആ ശക്തി സംഭരിക്കാൻ ഞാൻ ചെയ്യേണ്ട പ്രവർത്തനമാണ് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ഫെലോഷിപ്പിൽ. കാരണം ഈ പ്രവർത്തനത്തിന്റെ ശക്തി അറിയാത്തത് കൊണ്ടും ഈ പ്രവർത്തനങ്ങൾ, ഇത്തരം ചെറിയ പ്രവർത്തനങ്ങൾ ചെയ്യാത്തത് കൊണ്ടും വേണ്ടത്ര ശക്തിയുടെ അഭാവം പരിഹരിക്കാൻ ഞാൻ മറ്റൊരു ശക്തിയായ കുപ്പിയെ ആശ്രയിക്കേണ്ടി വന്നു. അത് ഈ പറഞ്ഞതുപോലെ ഇത്തരം ദിവസങ്ങളിലായി പോയി എന്ന് മാത്രമേ ഉള്ളൂ. ആ ദിവസം വീണ്ടും അത് ക്രിസ്മസിന് ശേഷമുള്ള ദിവസങ്ങൾ ക്രിസ്മസ് പോലെയോ ക്രിസ്മസിനേക്കാളും ഉയർന്ന തലത്തിലൊക്കെ ഞാൻ മനസ്സുകൊണ്ട് സങ്കല്പിച്ച് ആഘോഷങ്ങളിലേക്ക് വീണ്ടും വീണ്ടും കൂപ്പുകുത്തുകയാണ് ചെയ്യുന്നത്. ആഘോഷങ്ങളെല്ലാം ഉയർത്തുന്നതാണ്. ഇപ്പൊ ക്രിസ്മസിന്റെ ഒരു പോസിറ്റീവ് വശം എടുത്തു കഴിഞ്ഞാൽ ഒരു പുതു പിറവി, പുതു യുഗം, അല്ലെങ്കിൽ ഒരു പുതിയ ദൈവപുത്രൻ, പുതിയ ജീവിതം, പുതിയ വെളിച്ചം, അത് കാണുന്നതിന് പകരം അതിൽ സന്തോഷം കിട്ടാത്തതിന് കാരണം, അപ്പൊ അത്തരം കാര്യങ്ങളിലെ സന്തോഷത്തിലേക്കുള്ള ഒരു വഴിയാണ് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ഈ പറയുന്ന ചിന്തകളും തത്വങ്ങളൊക്കെ ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. വൈകാരികമായിട്ടുണ്ടാവുന്ന അതിതീവ്രമായ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരാണ് നവാഗതർ ഉൾപ്പെടെയുള്ള ഈ ഘട്ടത്തിലൂടെ പോകുന്ന ഓരോ മദ്യാസക്തരും. ഒറ്റപ്പെടൽ, പഴയ ഓർമ്മകളെ താലോലിക്കുന്ന മനസ്സ്. എനിക്കൊക്കെ കാലങ്ങളോളം ഈ ബാറിന്റെ പരിസരവും മനസ്സിന്ന് വിടാത്ത തരത്തിലേക്ക് എന്നെ വല്ലാതെ വേട്ടയാടിയിട്ട് അവിടെ പോയി നിന്നാൽ മതി. ഈ മീൻ വിൽക്കുന്ന സ്ഥലത്തൊക്കെ ഞങ്ങൾ ഇവിടെയൊക്കെ മീൻ വാങ്ങണമെന്നില്ല, വെറുതെ കയ്യും കെട്ടി മീൻ, ഒരു പഴമക്കാരന്റെ ഷെയറിങ്ങിലും പറഞ്ഞിട്ടുണ്ട്, വെറുതെ കയ്യും കെട്ടി കോകിത തന്നെ വീട്ടിലെ ചട്ടിയിൽ മീൻ മുളകിട്ടതിന്റെ ആ സീനറി ഒക്കെ മനസ്സിൽ വരും. മീൻ കഴിച്ച് ചോറുണ്ട പോലെ പ്രതീതി,
മനസ്സിന്റെ ഒരു താലോലിക്കൽ. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള വൈകാരിക പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവർ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല, സഹിക്കാനും കഴിയുന്നില്ല ഇത്തരം വൈകാരിക പ്രശ്നങ്ങളെ. ഇതിൽ നിന്ന് ഒന്ന് ഒളിക്കാനുള്ള അവസരമായിട്ട് ഇത്തരം ദിവസങ്ങളാണെങ്കിൽ ഈ എന്താ മോങ്ങാൻ നിന്ന നായന്റെ തല തേങ്ങ വീണു എന്ന് പറയാൻ അതിനനുസരിച്ചൊരു ക്രിസ്മസോ അല്ലെങ്കിൽ അതിനനുസരിച്ച് ലീവുള്ള ദിവസമോ അതിനനുസരിച്ചുള്ള പെങ്ങളമാരുടെ കല്യാണമോ ഏതൊക്കെ ഒന്ന് വരികയും ചെയ്യും. പിന്നെ സാമൂഹിക സമ്മർദ്ദങ്ങൾ, ഞാൻ നേരത്തെ പറഞ്ഞു 3-4 പേരിൽ ബാക്കി 6-7 പേരും മദ്യപിക്കാത്ത സമൂഹത്തിലാണ് ഞാൻ ജീവിക്കുന്നത്. അതിന് ബാറിൽ പോകണമെന്നില്ല, വീട്ടിൽ മദ്യം വെക്കണമെന്നില്ല. ആഘോഷത്തിന്റെ അവസരങ്ങളിൽ ഈ പറയുന്ന ഞാൻ ആ സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെടൽ ഒഴിവാക്കാൻ വേണ്ടി എൻ്റെ മദ്യാസക്ത മനസ്സ് അവരിൽ ഒരാളാവാനുള്ള ശ്രമം നടത്തുന്നതിന്റെ പിന്നിലും ഈ സാമൂഹിക സമ്മർദ്ദങ്ങളുണ്ട്. ഞാൻ ആദ്യം ഒരു സാമൂഹിക ജീവി ആകണമെങ്കിൽ അതിനുള്ളൊരു സംവിധാനമാണ് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ കൂട്ടായ്മയ്ക്കുള്ള പ്രാധാന്യം. ഞാൻ എയിൽ പണ്ടൊരു പഴമക്കാരന്റെ ഒരു ഷെയറിങ് ഞാൻ ഓർമ്മിക്കുന്നു. ആൽക്കഹോളിക്സ് അനോണിമസിൽ ഒരാൾ എങ്ങനെയുണ്ടെന്ന് നിരീക്ഷിച്ചാൽ മതി അയാൾ വീട്ടിൽ എങ്ങനെയുണ്ടെന്നും സമൂഹത്തിൽ എങ്ങനെയുണ്ടെന്നും പെട്ടെന്ന് മനസ്സിലാക്കാൻ. നിയന്ത്രിക്കാൻ കഴിയാത്ത വികാരങ്ങളും ചിന്താഗതികളൊക്കെ ഉള്ള ഞാൻ എയിൽ പൊട്ടിത്തെറികളും വിവാദങ്ങളും വിമർശനങ്ങളും പറഞ്ഞും നേരിട്ടും കൊണ്ടും കൊടുത്തും ജീവിക്കുന്നു. അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം എൻ്റെ വീട്ടിലെ സ്ഥിതി എന്താന്ന്. ഇടയ്ക്കിടയ്ക്ക് തെറ്റുന്ന ഭാര്യ, മിണ്ടാതിരിക്കുന്നു, അങ്ങോട്ട് മിണ്ടിയാൽ ഇങ്ങോട്ട് മിണ്ടിയാൽ പ്രശ്നം, പുറത്തിറങ്ങിയാൽ ഇവിടെ ഏല് വാദോരാതെ സംസാരിക്കുന്നത് പോലെ പുറത്തിറങ്ങിയാൽ ഒരു റെസിഡൻസ് അസോസിയേഷന്റെ മീറ്റിങ്ങിൽ മര്യാദയ്ക്ക് ഇരിക്കാൻ പോലും പറ്റാത്ത മനസ്സ്. ഇതൊന്നും ഒരു സുപ്രഭാതത്തിൽ തീരില്ല എന്നറിയാം. ഇവിടെ ഉള്ളിലുള്ള എല്ലാ വൈകാരിക വൈകല്യങ്ങളും പുറത്തെടുത്ത് ശുദ്ധീകരിച്ച് മാറ്റം വരുത്തി മിനുക്കം വരുത്തിയിട്ട് വേണം എനിക്ക് സാമൂഹ്യ ജീവിയാവാൻ. സമയമെടുക്കുന്ന പ്രക്രിയയിലാണ് ഞാൻ. അതുകൊണ്ടാണ് ആ പ്രവർത്തനത്തിന്റെ ഭാഗം മാത്രമാണ് എയിലുള്ള അല്ലെങ്കിൽ ചില വ്യത്യസ്ത രീതികളൊക്കെ എന്നിലും വരാറ് ഞാൻ നിരീക്ഷിക്കാറുണ്ട്. അപ്പൊ ഇങ്ങനെ സമൂഹവുമായിട്ടുള്ള സമ്മർദ്ദത്തിൽ നിന്നൊക്കെ പോകണമെങ്കിൽ ഈ മനുഷ്യന് ആൽക്കഹോളിക്സ് അനോണിമസിലെ നവാഗതർ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ഇന്ന് ഒരു ഫെലോഷിപ്പ് ഉണ്ട്. ആ സമ്മർദ്ദം ഒഴിവാക്കാൻ ഇവിടെ സ്വാതന്ത്ര്യം കിട്ടും. അവിടെ സമ്മർദ്ദമാണെങ്കിൽ ഇവിടെ സ്വാതന്ത്ര്യമാണ്. ഇപ്പൊ ഫെലോഷിപ്പിൽ നിന്നുള്ള അകൽച്ച, ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന ഈ ഗ്രൂപ്പിൽ നിന്നിട്ടൊരു അകൽച്ച വന്നു കഴിഞ്ഞാൽ ഇത്തരം ദിവസങ്ങളിൽ പൊതുവെ ഒറ്റപ്പെടലിന്റെ അസുഖവും ഏകാന്തതയുടെ അസുഖവും വിരസതയുടെ വിഷാദ രോഗത്തിന്റെ ഒക്കെ അസുഖമായിട്ട് പ്രഖ്യാപിച്ച ആൽക്കഹോളിസം ഈ ഉള്ള അകൽച്ചയ്ക്ക് ഇടയിൽ കിടന്ന് പ്രവർത്തിക്കും. ആ അകൽച്ചയ്ക്ക് ഞാൻ കാരണം ആവരുത്, അതിലേക്ക് എത്തുമ്പോഴാണ് ഇത് സേവനത്തിലേക്ക് എത്തുന്നത്. എൻ്റെ ഒരു ഷെയറിങ്ങിൻ്റെ, ഞാനതിപ്പോൾ ഈ ദിവസങ്ങളിലോ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ എൻ്റെ കഴിഞ്ഞ ഒരു ദിവസം ഒരു സുഹൃത്ത് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഒന്ന് സൂക്ഷിക്കണം നിന്റെ ഷെയറിങ്, കുറച്ച് കനത്ത ഭാഷയാവുന്നുണ്ട്. കാരണം അവിടെ ഇരിക്കുന്നവർ മറ്റെന്തോ വികാര പ്രശ്നങ്ങളായിട്ട് വന്നിരിക്കുന്നവരാവാം. നിന്റെ ആ വെട്ടൊന്നും മുറി രണ്ട് ശൈലിയൊന്നും, അത് സ്നേഹമുള്ള ഒരു സുഹൃത്താണ് അവൻ. എന്നെ വിളിച്ച് പറഞ്ഞു, അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞത് ഇങ്ങനെയാണ്, ഒന്ന് സൂക്ഷിക്കണം, കൈകാര്യം ചെയ്യണം. ഞാൻ ഇന്നലെ മുതൽ അതിൻ്റെ ഒരു വിലയിരുത്തലാണ്. അപ്പൊ ഇങ്ങനെയുള്ള അനുഭവങ്ങളിലൂടെ പോയ ആളുകൾ ചില നിർദ്ദേശങ്ങൾ തരും. ഞാൻ എതിർക്കാൻ നിന്നാൽ ഞാൻ രോഗത്തിലേക്ക് പോവാം, ഞാൻ അനുസരിക്കാൻ നിന്നാൽ എന്നെ വിലയിരുത്തലേക്ക് എത്തിക്കഴിഞ്ഞാൽ എനിക്ക് ശമനത്തിലേക്ക് എത്താം. അപ്പൊ ഇങ്ങനെയുള്ള ആ ഫെലോഷിപ്പിൽ നിന്നാണ് ഒരു മനുഷ്യൻ വിട്ടു നിൽക്കുന്നതെങ്കിൽ ഇത്തരം റിക്കവറിയുടെ ചാൻസുകൾ പിന്നെ കുറയുന്നു. ഇവൻ സമൂഹത്തിന്റെ ഭാഗമാവാൻ ശ്രമിക്കുന്നു, ജോലിയുടെ ഭാഗമാവാൻ ശ്രമിക്കുന്നു, ഭാര്യയുടെ ഭർത്താവാൻ ശ്രമിക്കുന്നു. ആദ്യം എയുടെ അംഗമാവാൻ ശ്രമിച്ച് പരാജയപ്പെട്ട എന്നെ എനിക്ക് ഇതിലൊന്നും ഫിറ്റാവാൻ പറ്റിയിട്ടില്ല. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് എന്താണ് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ അഭിപ്രായം? ഫെലോഷിപ്പ് ഒറ്റപ്പെടൽ ഒഴിവാക്കുന്നു. എന്തിനേറെ ഒരു ഹായ് വിളിയിൽ ഇന്ന് പ്രമോദിന്റെ 5ാമത്തെ ബർത്ത്ഡേ ആണെന്ന്. ആ സുഹൃത്തിനെ ഞാൻ ഇന്നുവരെ കണ്ടിട്ടില്ല. 3.5 വർഷം മുന്നേ ഞാൻ ഈ മീറ്റിംഗ് കയറിയപ്പോ ഒരു ഷെയറിങ് കേട്ടതാണ്. ഏറ്റവും കൂടുതൽ കാലം ഞാൻ കുടിക്കാതിരുന്ന ദിവസങ്ങൾ എന്ന് കണക്ക് കൂട്ടിയപ്പോൾ അത് എയിൽ വന്ന ദിവസങ്ങളാണെന്നും ഏറ്റവും കൂടുതൽ ഞാൻ കുടിച്ചത് വിട്ടപ്പോഴാണെന്നും ആ മനുഷ്യൻ എന്നെ കാണാതെ എനിക്ക് വേണ്ടി പറഞ്ഞതുപോലെ 3.5 വർഷം മുന്നേ പറഞ്ഞതാണ് എന്നെ വീണ്ടും എയിലേക്ക് ഇരിക്കാൻ പ്രേരിപ്പിച്ചത്. അദ്ദേഹത്തിനോടുള്ള നന്ദിയും കടപ്പാടും ഈ അവസരത്തിൽ ഒരിക്കൽ കൂടി ഞാൻ രാവിലെ അത് പങ്കുവെച്ചതാണ്. ഇത് തുടർച്ചയായ ഒരു പ്രോഗ്രാം ആയതുകൊണ്ട് തുടർച്ചയായ പങ്കുവെക്കലുകൾ, നന്ദി പ്രകടനങ്ങൾ, നന്ദി കൈമാറലുകളൊക്കെ തന്നെ പ്രമോദിന്റെ സുബോധാവസ്ഥയോടൊപ്പം തന്നെ എൻ്റെ സുബോധവും വളർത്തുന്നു എന്നൊരു തിരിച്ചറിവ് എനിക്കുണ്ട്.
അതുകൊണ്ട് ഈ അവസരത്തിൽ ഒരിക്കൽ കൂടി പ്രമോദിനും കുടുംബത്തിനും സർവ്വ ഐശ്വര്യങ്ങളും നേരുന്നു. അപ്പൊ ഇങ്ങനെയുള്ള ഒറ്റപ്പെടലിനെ ഒഴിവാക്കുന്ന, പ്രത്യേകിച്ച് ഈ ഓൺലൈൻ സംവിധാനത്തിലൂടെ ഇന്ന് വരെ കേൾക്കാത്ത, നേരിട്ട് കാണാത്ത, എൻ്റെ ഹിസ്റ്ററി മുഴുവൻ അറിയാത്ത ആളുകൾ എനിക്ക് വേണ്ടി ഒരു ഹായിയോ ഒരു ഫോൺ കോളോ ആഫ്റ്റർ മീറ്റിങ്ങിലും ബിഫോർ മീറ്റിങ്ങിലും എൻ്റെ ഒരു വ്യക്തിപരമായ പ്രശ്നത്തിന് സൊല്യൂഷനോ ഒക്കെ പറഞ്ഞു തരുമ്പോൾ, അതുപോലെ ഫിസിക്കൽ മീറ്റിങ്ങിൽ ഒരു ലോങ് സ്ഥലത്ത്, ഇവിടുന്ന് ഞാൻ എടപ്പാൾ രാജേട്ടൻ്റെ നാട്ടിലേക്ക് ഇടയ്ക്ക് 2-3 തവണ പോയി, ട്രെയിനിന് പോകണം, ചിലപ്പോൾ ബസ്സിലാണെങ്കിൽ 2 മണിക്കൂർ ഇരിക്കണം. എങ്കിലും ആ ഡോക്ടർ ഗോപാലൻ ഡോക്ടർ പറഞ്ഞ പോലെ ആ യാത്ര വരെ രോഗശമനത്തിനുള്ള ചികിത്സയുടെ ഭാഗമായി കാണുമ്പോൾ പുതിയ നവാഗതരെ കാണുന്നു, സഹായിക്കുന്നു. അപ്പൊ ഫെലോഷിപ്പ് തന്നെ ഈ ദിവസങ്ങൾ അതിജീവിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുക്കിയിട്ടായിരിക്കുന്നത്. ഏത് യുദ്ധസമാനമായ അവസ്ഥ ഒരു മധ്യാസക്തനുണ്ടായാലും ഒരു മീറ്റിങ്ങിൽ അദ്ദേഹത്തിന്റെ പ്രവർത്തനം പോലെ അദ്ദേഹത്തിന്റെ അതിജീവനവും സാധ്യമാകും. അദ്ദേഹത്തിന്റെ അതിജീവനം സാധ്യമല്ലാത്ത തരത്തിൽ പ്രവർത്തിക്കാൻ ആഗ്രഹമുണ്ടായിട്ടും, ഒരു ഷെയറിങ് ചെയ്യാൻ ആഗ്രഹമുണ്ടായിട്ടും, ഒരു പ്രിയാമ്പിൾ വായിക്കാൻ ആഗ്രഹമുണ്ടായിട്ടും കഴിയുന്നില്ല എങ്കിൽ, കടുത്ത മാനസിക വിഷാദ അവസ്ഥകളിലൂടെ പോണ ആളാണെങ്കിൽ, അങ്ങനെയുള്ള എന്നെപ്പോലുള്ള അംഗങ്ങളെ സഹായിക്കാൻ ഒട്ടനവധി കൗൺസിലേഴ്സും സൈക്കാട്രിസ്റ്റും സൈക്കോളജിസ്റ്റും ഈ ലോകത്തിലുണ്ട്. എന്തുകൊണ്ട് ഈ ദിവസത്തെ അതിജീവിക്കാൻ എന്നോട് തന്നെ എൻ്റെ നിരന്തരം ചികിത്സിച്ച ഡോക്ടർ പറഞ്ഞു, വിനയൻ, ഒരു കാര്യം മനസ്സിലാക്കൂ, ഒരു പെഗ് എടുക്കുന്നതിനും എത്രയോ നല്ലതാണോ ഒരു ടാബ്ലറ്റ് എടുക്കുന്നത്. ഒരൊറ്റ ടാബ്ലറ്റ് എടുക്കുന്നത് നിന്റെ ചിന്താ പ്രശ്നങ്ങളും നിന്റെ തലച്ചോറിന്റെ ക്രേവിങ്ങിനും നിർത്തുന്ന ഒരു ടാബ്ലറ്റ് എടുക്കുന്നത്, നീ ഒരു പെഗ് എടുക്കുന്നത് നമ്മളെ വ്യത്യാസത്തെക്കുറിച്ച് ഒരിക്കലെങ്കിലും ഒന്ന് ചിന്തിക്കുന്നു പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഫെലോഷിപ്പിലൂടെ അങ്ങനെ ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന ആളുകളുടെ അനുഭവങ്ങൾ എന്നെയും മറ്റ് ചികിത്സകൾക്ക് പ്രേരിപ്പിച്ചു. ബിഗ് ബുക്ക് സഹായിക്കുന്നു ഇത്തരം ചുവപ്പക്ഷരങ്ങൾ അതിജീവിക്കാൻ. മധ്യാസക്ത മനസ്സിന്റെ കള്ളത്തരങ്ങൾ ഉള്ള ഒരു മനുഷ്യനാണ് ഞാൻ എന്നൊരു തിരിച്ചറിവ് ഈ പറയുന്ന ബിഗ് ബുക്കില് വായനയിൽ കണ്ടെത്തിയൊരു കാര്യമാണ്. മനസ്സിനെ കേന്ദ്രീകൃത പ്രശ്നങ്ങളാണ് എനിക്കുള്ളത്, സ്വയം കേന്ദ്രീകൃത മനുഷ്യൻ. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ, ഞാൻ കുടിക്കാൻ എനിക്ക് ക്രിസ്മസിനോ ന്യൂ ഇയറിനോ മറ്റു ആഘോഷവേളകളിലോ മാമോദിസയ്ക്കോ തോന്നുന്നുണ്ടെങ്കിൽ അത് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടല്ല, മറ്റുള്ളവർക്ക് സന്തോഷം പങ്കിടാനല്ല, എൻ്റെ സ്വയം സന്തോഷം ക്രിയേറ്റ് ചെയ്യാൻ ഞാൻ കാണിക്കുന്ന ഒരു ഹിഡൻ അജണ്ടാസ് ആണ്. അല്ലെങ്കിൽ ഒരു ആർക്കും മനസ്സിലാവാത്ത തരത്തിൽ, അഥവാ മനസ്സിലായാൽ തന്നെ ന്യായീകരിക്കത്തക്ക കാരണങ്ങൾ പറയാനുള്ള അതീവ ബുദ്ധി വൈഭവമുള്ള ഒരു മനുഷ്യനാവാനുള്ള ശ്രമം കൂടി ഞാൻ ഇതിന്റെ പിന്നിൽ നടത്തുന്നുണ്ട്. അപ്പൊ എന്നിലേക്കുള്ള ഒരു തിരിച്ചുപോക്കും തിരിച്ചറിവും തിരിച്ചു പരിശോധിക്കലും ബിഗ് ബുക്കിലൂടെയുള്ള വായനകൾ സഹായിക്കുന്നു. ബിഗ് ബുക്ക് വിളിക്കുന്നുണ്ട് മെന്റൽ ഒബ്സഷൻ, ഈ മാനസികമായ വിധേയത്വം പിടിച്ച വിനയ, നീ ഒന്ന് ചിന്തിക്കുന്നു പറയുന്നുണ്ട്. നിന്റെ ഈ ക്രിസ്മസോ അല്ലെങ്കിൽ ന്യൂ ഇയറോ മറ്റു ആഘോഷങ്ങളോ ആണെങ്കിൽ നിന്റെ മനസ്സാദ്യം വിധേയപ്പെട്ട് കഴിഞ്ഞു. കുപ്പിയല്ല നീ എടുത്തത്, മനസ്സുകൊണ്ട് ഇതാ നീ വിധേയപ്പെട്ടിരിക്കുന്നു. പിന്നീട് അതിന്റെ പൂർത്തീകരണത്തിലേക്ക് എത്തിക്കാൻ കുപ്പിക്ക് പിന്നാലെ ഓടുന്നു. ആ മെന്റൽ ഒബ്സഷൻ എത്ര കാലം നീ ഇതുമായിട്ട് ജീവിക്കും? മെന്റൽ ഒബ്സഷൻ ആയിട്ട് എത്ര കാലം ജീവിക്കും? ക്രിസ്മസ് അടുത്ത വർഷം വരില്ലേ? ആ വർഷം വരെ നീ ജീവിക്കും ഇങ്ങനെ പോയാൽ എന്തെങ്കിലും ഉറപ്പുണ്ടോ? അപ്പൊ എൻ്റെ സ്വയം കേന്ദ്രീകൃത മനസ്സിനെ കുറിച്ച് എനിക്ക് തന്നെ ഒരു സ്വയം നിരീക്ഷണം നടത്താൻ ബിഗ് ബുക്ക് പ്രേരിപ്പിക്കുന്നു. ബിഗ് ബുക്കിൽ വായിക്കേണ്ട ചില ഭാഗങ്ങളുണ്ട്. ഈ അധ്യായം 3 മദ്യാസക്തിയെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ, റിലാപ്സുകാരുടെ അനുഭവമാണ് അതിലുള്ളത്. അത് വരികൾക്കിടയിൽ അത് മനസ്സിലാകും. കൂടി നിർത്തിയ മനുഷ്യൻ തുടങ്ങിയത്, ചികിത്സയ്ക്ക് വന്നവൻ വീണ്ടും കുടിച്ചത്. അങ്ങനെ ശരിക്കും പറഞ്ഞാൽ ആ പേര് ജിം എന്നൊരു പേര് കേൾക്കുമ്പോൾ അവിടെ പകരം ഞാൻ വിനയൻ എന്നുകൊണ്ട് വായിക്കും. ബില്ലിന്റെ കഥ വായിച്ചപ്പോഴൊക്കെ ബില്ലിന്റെ ഇത് വന്നയിടത്തൊക്കെ തന്നെ ഞാൻ എൻ്റെ പേര് വെച്ചു. സത്യത്തിൽ അത് കാര്യം പെട്ടെന്ന് പിടികിട്ടി. എൻ്റെ അവസ്ഥയാണ് ഈ മനുഷ്യന്റെ ജീവിതം പറയുന്നത് എന്നുള്ളത്. 3-ാമത്തെ അധ്യായം വായിച്ചാൽ മാത്രം മതി ഈ ഒരു ദിവസത്തെ കൂടി 3 ദിവസം ആവുന്നതിന്റെ മുന്നേ വരാൻ പോകുന്ന കുടിയിൽ നിന്ന് മാറി നിൽക്കാൻ. ചില സമയങ്ങളിൽ മദ്യാസക്തിന് കുടിക്കുക എന്നത് പ്രതിരോധിക്കാൻ കഴിയില്ല. ആ സത്യം തിരിച്ചറിയുക. ചില പ്രശ്നങ്ങൾക്ക് പരിഹാരമില്ല എന്ന് തിരിച്ചറിയുന്നത് ഒരു പരിഹാരമാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. മദ്യപിക്കാനുള്ള ശക്തമായ ക്രേവിങ് വന്നു കഴിഞ്ഞാൽ എനിക്ക് ഇപ്പോഴും യോജിക്കാൻ പറ്റാത്ത കാര്യമാണ് ഈ ടോക്കണിന്റെ പുറകിലെഴുതി നിങ്ങളെ കുടിക്ക് മുന്നേ സ്പോൺസറെ വിളിക്കുക. നടക്കാത്ത കാര്യമാണ് എന്നെ സംബന്ധിച്ച്. ഒരു അംഗത്തിനെ വിളിക്കാൻ തന്നെ ഞാൻ പണ്ട് ഈ കോയിൻ ബോക്സ് ഉള്ള കാലത്ത് ₹1 കോയിൻ ഇട്ട് നമ്പറൊക്കെ അടിച്ച് അപ്പൊ റിങ് ചെയ്യുന്നതിന്റെ തൊട്ട് മുന്നേ ഞാനത് കട്ട് ചെയ്താൽ ഉള്ളിലൂടെ ആ ബോക്സിലേക്ക് വരുന്ന ₹1 കീശയിട്ട് ബാറിന്റെ വാതിൽ നിന്നാണ് വിളിക്കുന്നത്. അതേ ബാറിലേക്ക് കയറി ഒന്നിനും പ്രതിരോധിക്കാനാവില്ല. ഈ ഒരു സത്യം
എനിക്ക് ബാധകമാണ്. ആ പ്രശ്നത്തിന് എനിക്ക് പരിഹാരമില്ല. ആ പരിഹാരമില്ലാത്ത പ്രശ്നത്തിന്റെ മുന്നിൽ ഞാൻ യുദ്ധം ചെയ്യേണ്ടതില്ല. ഞാൻ അതിൽ നിന്ന് മാറി നിന്നാൽ ആ പ്രശ്നവുമായി ഏറ്റുമുട്ടണ്ട. അപ്പൊ അങ്ങനെയുള്ള ചില തന്ത്രങ്ങൾ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ബിഗ് ബുക്ക് നമുക്ക് വരും. കാരണം തന്ത്രശാലിയാണ് ഈ മദ്യാസക്തനും മദ്യവും. അതുകൊണ്ട് തന്ത്രപരമായ നീക്കങ്ങൾ ഒരു യുദ്ധമുറ പോലെ ബിഗ് ബുക്കിൽ പലയിടത്തും വിവരിക്കുന്നുണ്ട്. പേജ് 24 പറയുന്നുണ്ട് ശാരീരിക അലർജിയെ കുറിച്ചിട്ടും മാനസിക വിധേയത്വത്തെ കുറിച്ചിട്ടും. എന്നെ കുറിച്ചാണ് പറയുന്നത്. ഏതോ ഒരുത്തന്റെ ശാരീരിക അലർജിയെ കുറിച്ചല്ല ബിഗ് ബുക്ക് പറയുന്നത്. ഇതാണ് ബിഗ് ബുക്കും മറ്റുള്ള പുസ്തകങ്ങളും തമ്മിലുള്ള വ്യത്യാസം. ബിഗ് ബുക്കിന്റെ എഴുത്തുകാരും മറ്റു പുസ്തകങ്ങളുടെ എഴുത്തുകാരും തമ്മിലുള്ള വ്യത്യാസം. 84-85 പേജ് വീണ്ടും പറയുന്നു, മദ്യാസക്തിയിൽ നിന്ന് നമ്മൾ പൂർണ്ണ സ്വയം പ്രാപിക്കുന്നില്ല. എന്തുകൊണ്ട് എനിക്ക് കുറ്റബോധം വേണം? എനിക്ക് കുടിക്കാൻ തോന്നി എന്നത് ഞാനൊരു പാപമായിട്ട് കരുതണോ? ബിഗ് ബുക്ക് ഉറക്കെ വിളിച്ചു പറയുന്നു, മദ്യാസത്തിൽ നിന്ന് ഞാൻ എന്ന വ്യക്തി പൂർണ്ണ സുഖം പ്രാപിക്കുന്നില്ല. ആ സത്യം എന്നെ സുഖം പ്രാപിക്കുന്നു. നിങ്ങൾക്ക് ടെക്നിക്ക് മനസ്സിലായോ? ആ സത്യമാണ് പിന്നെ സുഖം പ്രാപിക്കുന്നത്. മദ്യാസക്ത രോഗത്തിൽ നിന്ന് ഞാൻ സുഖം പ്രാപിക്കുന്നില്ല എന്നുള്ള പച്ചയായ സത്യം അറിഞ്ഞതോടുകൂടി ഞാൻ സുഖം പ്രാപിക്കുന്നു. കാരണം എനിക്ക് കുടിക്കാൻ പറ്റില്ല, ഞാൻ സുഖം പ്രാപിക്കാത്ത വ്യക്തിയാണ്. 12 പടികൾ സഹായിക്കുന്നു. സ്പിരിച്വൽ കണ്ടീഷൻ താഴ്ന്നു പോയിട്ടുണ്ടോ? ദൈവവുമായുള്ള ഏകവുമായിട്ടുള്ള അംഗങ്ങളുമായുള്ള ആരോഗ്യകരമായ ബന്ധത്തിൽ വിള്ളലുകൾ വന്നിട്ടുണ്ടോ? എല്ലാ ദിവസവും ചന്ദനക്കുറി തൊടുന്ന ഞാൻ ഇന്ന് ചന്ദനക്കുറി തൊടാത്തതല്ല ആത്മീയ അധപതനം. ഞാൻ ജീവിക്കുന്ന മനുഷ്യരോട്, എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരോട് ആരോഗ്യപരമായ സമീപനത്തിലെ വ്യത്യാസം. ഞാൻ തൊട്ട ദിവസം 24 മണിക്കൂറിൽ മാപ്പ് പറഞ്ഞു. ഞാൻ ഇപ്പൊ ഏറെക്കുറെ പരിശീലിക്കുന്ന കാര്യമാണ്. ഞാൻ മാപ്പ് പറഞ്ഞിരിക്കും. പറഞ്ഞിട്ടില്ലെങ്കിൽ എന്റെ സ്പിരിച്വൽ കണ്ടീഷനാണ് താഴുന്നത്, മറ്റുള്ളവരുടെ അല്ല. നന്ദി കുറയുന്നുണ്ടോ? ഭയം, താരതമ്യം, മറ്റുള്ള കുടുംബാംഗങ്ങളായിട്ട് സഹപ്രായക്കാരായിട്ടുള്ള അംഗങ്ങൾ, എന്റെ കൂടെ പഠിച്ചവർ ഇന്ന് ആഘോഷിക്കുമ്പോൾ ഞാൻ ഒറ്റപ്പെട്ടു പോകുമോ? ഇങ്ങനെയൊക്കെയുള്ള താരതമ്യ പഠനങ്ങൾ ഇതൊക്കെ ഞാൻ ചെയ്യുന്നുണ്ടെങ്കിൽ 12 പടികളിൽ ഏത് പടിയാണ് പരിഹാരം നൽകുന്നത്? അത് പരിഹാരം ക്യാപ്സ്യൂൾ രൂപത്തിൽ തരാൻ ആഗ്രഹിക്കുന്നില്ല. ചിലപ്പോൾ 11:30 വരെയോ 12 വരെയൊക്കെ ഇരുന്ന് പേജ് തപ്പി പിടിച്ച് വായിക്കേണ്ടി വരും. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ മനസ്സ് ഓട്ടോമാറ്റിക്കായിട്ട് ക്രിസ്മസ് എന്ന അക്ഷരത്തിൽ നിന്ന് ബിഗ് ബുക്ക് എന്ന വരികളിലേക്കോ 12 പടികൾ എന്ന ഹെഡിങ്ങിലേക്കോ ഫോക്കസ് ചെയ്യും. ഞാനൊരു സംഭവം എന്നൊരു ഞാൻ ഓക്കെ ആണ് എന്നൊരു തോന്നൽ ഇത്തരം വൈകാരിക പ്രശ്നങ്ങൾ വരുമ്പോൾ നല്ലതാണ്. ഞാൻ ഓക്കെ അല്ല എന്ന സത്യം ഈ അസുഖം എന്നോട് വിളിച്ചു പറയും, നമ്മളോട് വിളിച്ചു പറയും. അപ്പൊ പടികളിലെ പരിഹാരങ്ങളുണ്ട്. ശക്തിഹീനത പറയുന്നു, അത് ചേർത്ത് വായിക്കാൻ പറ്റും. ക്രിസ്മസിന് മുന്നിൽ ഞാൻ ശക്തിഹീനനാണ് എന്ന് സമ്മതിക്കുന്നു. എൻ്റെ ഒരു കളി ഇനി നടക്കൂല. ക്രിസ്മസ് എന്ന ഒറ്റ ദിവസം എൻ്റെ ജീവിതം ഇനിയും അനിയന്ത്രിതമാക്കും. മദ്യം എന്ന പദമൊന്നും മാറ്റേണ്ട കാര്യം മാത്രമാണ് അവിടെ പറയുന്നത്. ആഘോഷ ദിവസം ഞാൻ എൻ്റെ ഇച്ഛയും ജീവിതവും ആഗ്രഹങ്ങളും ഞാൻ മനസ്സിലാക്കുന്ന ദൈവത്തിന് സമർപ്പിക്കുന്നു, വിട്ടുകൊടുക്കുന്നു എന്ന് പറയുന്നതിന് പകരം ന്യൂ ഇയർ എന്നൊരു ദിവസം, ആ ജനുവരി 1 ഞാൻ എൻ്റെ ഹയർ പവറിന് ഇതാ വിട്ടു നൽകുന്നു. 10-ാം പടി വിലയിരുത്തൽ വീണ്ടും സഹായിക്കുന്നു. ഞാൻ വ്യത്യസ്തനാണോ ഈ വിലയിരുത്തൽ പട്ടികയിൽ? ഞാൻ ആഘോഷങ്ങളെ ഭയക്കുന്നുണ്ടോ? ഭയരഹിതമായി വിലയിരുത്താനാണ് പറഞ്ഞത്. ഭയക്കുന്നുണ്ടെങ്കിൽ ഞാനൊരു സഹായം തേടണം. ഒന്നുകിൽ സ്പോൺസറുടെ സഹായം തേടണം, അംഗത്തിന്റെ സഹായം തേടണം. എനിക്ക് ആ ഭയത്തിനുള്ള കാരണം വെറും ഒരു വൈകാരിക പ്രകടനമല്ല, ഏതോ ഒരു അലമ്പാക്കിയ ഒരു ന്യൂ ഇയർ എൻ്റെ ജീവിതത്തിലുണ്ട്. ആ ന്യൂ ഇയറിന് എനിക്ക് തല്ല് ഞാൻ ചോദിച്ചു വാങ്ങിയിട്ടുണ്ട്. ആ ഭയം എപ്പോഴും വിട്ടുമാറിയിട്ടില്ല. അല്ലെങ്കിൽ കുട്ടിക്ക് ഒരു ഉടുപ്പ് വാങ്ങിക്കൊടുക്കുക എന്ന് പറഞ്ഞ ഒരു ക്രിസ്മസ് ഡേ എന്നിലൂടെ കടന്നുപോയി. കൊടുക്കാൻ പറ്റാത്തതിന്റെ പേരിൽ കുറ്റബോധം എന്നെ പ്രശ്നമുണ്ടാകും. അതിനെ ദേഷ്യം പിടിച്ചൊരു ഭാര്യയുണ്ട്. അപ്പൊ ആങ്കർ കംസ് ഫ്രം ഫിയർ. ആ ഭാര്യയോട് ഞാൻ ദേഷ്യപ്പെട്ടത് എന്നിലെ ഭയം കാരണമായിരുന്നു. ആ ഭയത്തെ ഞാൻ പരിശോധിച്ചു. ആ കുട്ടിയോട് ഞാൻ ഇത്ര ദിവസം കുടിക്കാതിരുന്നതിന് മാപ്പ് പറഞ്ഞു, മോളെ എനിക്ക് പറ്റാത്തതുകൊണ്ടാണ്, പറഞ്ഞില്ല. പിന്നെ ഞാൻ ഈ ക്രിസ്മസിനെ പേടിക്കും. പറയേണ്ട സമയത്ത് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. പടികൾ ഇവിടെ ക്രിസ്മസിനെയോ ന്യൂ ഇയറിനെയോ മറ്റാഘോഷങ്ങളെയോ മാമോദിസയോ അതിജീവിക്കാൻ പാകത്തിൽ മുന്നിലുണ്ട്. പടി 11 വീണ്ടും പറയുന്നു, പ്രാർത്ഥനാ ധ്യാനം. ഇത് തുടർച്ചയായിട്ടുള്ള പരിപാടിയിലേക്ക് എത്തുമ്പോൾ, ദൈവമേ, ക്രിസ്മസിന് ശേഷം ഞാൻ പറയുന്നു, നന്ദി, എൻ്റെ പ്രാർത്ഥന കേട്ടു, എൻ്റെ ധ്യാനത്തിൽ നീ ഉത്തരം നൽകി, എനിക്ക് വേണ്ടത്ര ശക്തി നൽകി, ആർജവം നൽകി, തൻ്റെ ഇടം നൽകി, എനിക്ക് മദ്യമില്ലാതെ ജീവിക്കാൻ പറ്റുമെന്ന് വീണ്ടും തെളിവ് സഹിതം എൻ്റെ മുന്നിലിതാ ദൈവമേ നിന്നോട് ഈ പ്രാർത്ഥനയിൽ ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു. കഴിഞ്ഞില്ല പരിപാടി. അടുത്ത മീറ്റിങ്ങിൽ എത്തിയിട്ട് നവാഗതരോട് ഇതാ ഉറക്കെ വിളിച്ചു പറയുന്നു, ഞാനിതാ രക്ഷപ്പെട്ടിരിക്കുന്നു, ഞാനിതാ നിങ്ങളോടൊപ്പം ഉണ്ട് ഇന്ന് ജീവനോടെ. നിങ്ങൾക്കും
ചാൻസ് ഉണ്ട്, ഒരു അവസരമുണ്ട്. അഥവാ ആരെങ്കിലും ഒരാൾ ഞാൻ ചിലപ്പോൾ എന്റെ വ്യക്തിപരമായ ഷെയറിങ്ങിനാണ് ഉച്ചയ്ക്ക് ജാലയിൽ കയറിയത്. എനിക്ക് തികച്ചും വ്യക്തിപരമായ ഒരു പ്രതിസന്ധിയിൽ ഈ ഇന്നലത്തെ ആ ബിയർ കുപ്പിയുടെ പ്രശ്നം, അതേ ഓഫീസിൽ നിന്ന് വർക്ക് ചെയ്യേണ്ട സമയവും ഒരു മനുഷ്യൻ ജോലി ചെയ്യാൻ പറ്റാത്ത ഒരു കഷ്ടപ്പാട് രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ ആ മണലാരണ്യത്തിൽ നിന്ന് വിളിച്ചു പറഞ്ഞ് കേട്ടപ്പോ എന്റെ പ്രശ്നങ്ങളൊക്കെ കൊണ്ട് മാറ്റിവെച്ച് ഞാൻ അദ്ദേഹത്തിന്റെ ോടൊപ്പം നിന്നിട്ട് എന്റെ ജോലി സംബന്ധമായ കാര്യങ്ങളിലൂടെ കടന്നുപോയ അനുഭവങ്ങൾ ഷെയർ ചെയ്തപ്പോ ഞാൻ ന്യൂ കമർ അല്ലെങ്കിൽ ഈ ഒരു സഹായം ഈ സേവനം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ സ്റ്റിക്കർ ഒട്ടിക്കലും അതുപോലെ ചെയർമാൻ ആവലും പിന്നെ മത്സരത്തിൽ നിൽക്കലും ആണ് മാത്രം. അത് വേണം, തീർച്ചയായിട്ടും വേണം, അതില്ലെങ്കിൽ ഇതില്ല. പക്ഷേ എനിക്കൊരു മറ്റവന്റെ വിഷമം കേൾക്കുമ്പോൾ എന്റെ വിഷമം മാറ്റിവെച്ച് അവന്റെ അനുഭവത്തും എന്റെ അനുഭവത്തിലൂടെയും ഒന്ന് സമരസപ്പെടുത്തി ഒരു ഷെയറിങ് നടത്തൽ വരെ ആ മനുഷ്യൻ എന്റെ നമ്പർ ചോദിച്ചു. എന്റെ നമ്പർ പല ബാങ്കിലും രജിസ്റ്റർ, എന്നെ അതേ ബാങ്കുകളൊക്കെ പിടിച്ച് പുറത്താക്കിയതാണ്. എനിക്ക് കസ്റ്റമേഴ്സിന്റെ എണ്ണം കുറഞ്ഞു, വിളികൾ വരാറില്ല. ഒരു ഫോൺ ഒരു ദിവസം റിങ് ചെയ്താൽ മതിയായിരുന്നു എന്ന് ഞാൻ വിചാരിച്ച പ്രാർത്ഥിച്ച കരഞ്ഞ ദിവസമുണ്ട്. ഒരു മണലാരണ്യത്തിൽ മനുഷ്യൻ വിനയന്റെ നമ്പർ ചോദിക്കാന്ന് പറയുമ്പോൾ നിസാരമല്ല. അപ്പോ ഈ പറയുന്ന മറ്റുള്ളവരോടൊത്തുള്ള പ്രവർത്തനം ഈ ന്യൂ ഇയർ ആഘോഷങ്ങളുടെ ലഹരിയേക്കാളും വില പിടിച്ചതാണ്. അവന്റെ സന്തോഷം, ആ മനുഷ്യൻ സന്തോഷിക്കുമ്പോൾ എനിക്കിന്ന് അറിയാം അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് നിന്നുള്ള ആ വിളിയിൽ, ആ സംസാര ശൈലിയിൽ, അദ്ദേഹത്തിന്റെ ഭാര്യയോട്, കുട്ടിയോട്, മക്കളോടൊക്കെ സംസാരിക്കുമ്പോൾ ഒരു ആശ്വാസത്തിന്റെ വിളി അദ്ദേഹം വിളിച്ചിട്ടുണ്ടാകാം. കാരണം അദ്ദേഹം എന്റെ നമ്പർ ചോദിച്ചപ്പോൾ എനിക്ക് സ്നേഹത്തോടുകൂടി ഒരു വിളി ആ ദുബായിൽ നിന്നോ ഖത്തറിൽ നിന്നോ എവിടുന്നോ ഒന്ന് വരാനുണ്ട്. ഞാൻ ഈ ലോകത്തിന്റെ ഭാഗമാണ്, ഞാൻ ക്രിസ്മസിന്റെയോ ന്യൂ ഇയറിന്റെയോ ഭാഗമല്ല. അപ്പൊ ഇങ്ങനെയുള്ള സെലിബ്രേഷൻ ഓഫ് സോബറൈറ്റി എന്നൊരു തലത്തിലേക്ക് എത്തിക്കുമ്പോൾ നമ്മുടെ ഹെഡിങ് പറഞ്ഞ പോലെ നമ്മളെ പരിണാമം, ആഘോഷവേളയിലെ പുനർപതന ഭീഷണിയിൽ നിന്ന് സുബോധത്തിന്റെ ആഘോഷത്തിന്റെ സ്വാതന്ത്ര്യത്തേക്കുള്ള മാറ്റം ഓരോ അംഗത്തിനും അവകാശപ്പെട്ടതുപോലെ ഇന്നേ ദിവസം എനിക്കും അവകാശപ്പെട്ടതാണ്, എനിക്കും അതിന് യോഗ്യതയുണ്ട് എന്ന് എന്നോട് തന്നെ എന്നെ കൊണ്ട് സംസാരിപ്പിച്ച് മനസ്സിലാക്കിക്കാൻ ശ്രമിച്ച ജ്വാല കൂട്ടായ്മയോടും എൻ്റെ എല്ലാ പ്രിയപ്പെട്ട അംഗങ്ങൾക്കുള്ള നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു രാജേഷ് ഏട്ടൻ. താങ്ക് യു വിനയൻ ചേട്ടാ, താങ്ക് യു.